ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. വിശുദ്ധ സഭായോഗമായി നാം ദൈവത്തിൻ്റെ സന്നിധിയോടെ ചേർന്ന് വന്നിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അതാത് സ്ഥലങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കുകയും പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ ഹൃദയനിലങ്ങൾ ഒരുങ്ങപ്പെടുകയും ചെയ്യുമാറാകട്ടെ. പ്രാർത്ഥിച്ച ഇന്നത്തെ വിശുദ്ധ സഭായോഗത്തെ നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുവാനായിട്ട് പോവുകയാണ്. നമുക്കെല്ലാവർക്കും സമർപ്പണത്തോടും പ്രാർത്ഥനയോടും കൂടി കഴിയുന്നത്രയും അതാത് സ്ഥലങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കുവാൻ കഴിയുന്നവരെല്ലാവരും എഴുന്നേറ്റ് ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പണത്തോടു കൂടെ ആയിരിക്കാം. കൊയറ ഇപ്പോൾ ഒരു പാട്ടിൻ്റെ ചില ചരണങ്ങൾ പാടും. എന്നോടുള്ള നിൻ സർവ്വ നന്മകൾക്കായി എന്നുള്ള പാട്ട് പാടുമ്പോൾ നമുക്ക് ചേർന്ന് പാടുകയും നമ്മുടെ ഹൃദയനിലങ്ങൾ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങപ്പെടുകയും ചെയ്യുമാറാകട്ടെ. ഹല്ലേലൂയ. എന്നോടുള്ള നിൻ സർവനന്മകൾക്കായി ഞാൻ എന്തു ചെയ്യേണ്ടു നിനക്കേശുപരാ? ഇപ്പോൾ എന്തു ചെയ്യേണ്ടു നിനക്കേശുപരാ? നന്ദി കൊണ്ടെൻ്റെ ഉള്ളം നന്നേ നിറയുന്നേ, സന്നാഹമോടെ സ്തുതി പാടിടുന്നേ. ദേവസന്നാഹമോടെ സ്തുതി പാടിടുന്നേ. ഹല്ലേലൂയ. ഓ പാപത്തിൽ നിന്നു എന്നെ കോരിയെടുപ്പാനായി ശാപ ശിക്ഷകളേറ്റ ദേവാത്മജ, മഹാശാപ ശിക്ഷകളേറ്റ ദേവാത്മജ, എന്നെ അൻപോടു ദിനം തോറും നടത്തുന്ന പൊന്നിടയനന്ദ വന്ദനമേ. എൻ്റെ പൊന്നിടയനന്ദം വന്ദനമേ. അന്ത്യം വരെയും എന്നെ കാവൽ ചെയ്തിടുവാൻ അന്തികയുള്ള മഹൽ ശക്തി നീയേ. നാഥ, അന്തികയുള്ള മഹൽ ശക്തി നീയേ. താതൻ സന്നിധിയിലെൻ പേർക്കു സദാ പക്ഷവാദം ചെയ്യുന്ന
മഹത്വത്തിൻ്റെ പ്രത്യാശയായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല ദിവസത്തിനായിട്ട് ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. നിന്റെ രക്തത്തിൻ്റെ വിലകളായ അടിയങ്ങൾക്ക് കർത്താവേ, ഒന്നിച്ച് അവിടുത്തെ പാതവിടെ ചേർന്ന് വരുവാൻ, തിരുമുഖത്തേക്ക് നോക്കുവാൻ വിശുദ്ധ സഭായോഗമായി ഞങ്ങൾക്ക് തരുന്ന നല്ല ഭാഗ്യത്തിനായിട്ട് ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ച വട്ടക്കാലം ഞങ്ങളെ വിട്ട് കടന്നുപോയി ആയിരിക്കുന്നിടങ്ങളിലൊക്കെയും കർത്താവ് ഞങ്ങളെ കാത്തു പരിപാലിച്ചു. സമാധാനത്തോടെ, സന്തോഷത്തോടെ, ദൈവസ്നേഹത്തോടെ, ദൈവഭയത്തോടെ അവിടുത്തെ പാതവിടെ വീണ്ടും അടുത്ത് വരുവാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ നിങ്ങൾക്ക് തരുന്ന നല്ല അനുഭവങ്ങൾക്കായിട്ട് ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഒന്നിച്ച് ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലായിരിക്കുമ്പോൾ അവിടുത്തെ ആത്മാവിനാൽ വീണ്ടും ഞങ്ങളെ നിറയ്ക്കുമാറാകണം. അവിടുത്തെ ശക്തി ഞങ്ങളുടെ മേൽ പകരപ്പെടുമാറാകണം. ഇന്ന് കർത്താവിനെ സേവിപ്പാൻ, അങ്ങേ ആരാധിക്കുവാൻ, അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ, കർത്താവേ സ്തോത്രം, അങ്ങേ പാടി മഹത്വപ്പെടുത്തുവാൻ, ആരാധനയ്ക്ക് യോഗ്യനായവനെ ആരാധിക്കുവാൻ, അങ്ങേ വാഴ്ത്തി സ്തുതിക്കുവാൻ, ഞങ്ങളെ വീണ്ടെടുത്ത വിധങ്ങളെ ഓർത്ത് നന്ദി കരയേറ്റുവാൻ, ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി കർത്താവെ തുറന്ന രക്ഷാമാർഗത്തെ നന്ദിയോടെ ധ്യാനിക്കുവാൻ ഒക്കെ ഞങ്ങൾക്ക് തരുന്ന വലിയ ഭാഗ്യത്തിനായിട്ട് ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. നിന്റെ മക്കളായ അടിയങ്ങൾ ഒന്നിച്ച് കർത്താവിൻ്റെ പാതപടിയായിരിക്കുന്നുവല്ലോ. അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കുമാറാകണം. അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളോട് ഇടപെടുമാറാകണം. ഞങ്ങളുടെ ഉള്ള അവസ്ഥയെ അറിഞ്ഞ് കർത്താവെ ഒരു നിറവിൻ്റെ അനുഭവത്തിലേക്ക് ഞങ്ങളെ ഇന്ന് പകൽക്കാലം കർത്താവ് നയിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ശക്തി ഞങ്ങളുടെ മേൽ പകരുന്നതിനാൽ ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ പൈതങ്ങൾക്കായിട്ട്, ഞങ്ങളുടെ യൗവനക്കാർക്കായിട്ട്, ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങൾക്കായിട്ട്, ഞങ്ങളുടെ മാതാപിതാക്കൾക്കായിട്ട് ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളെല്ലാവരും ചേർന്ന് അങ്ങയെ സ്തുതിക്കുവാൻ, അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ഇന്ന് പകൽ ഞങ്ങളെ സഹായിച്ചാട്ട്, ഞങ്ങളുടെ ആവശ്യങ്ങൾ അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചാട്ട്, ഒന്നിച്ച് അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ വീണ്ടും കർത്താവ് ഞങ്ങളെ ഇടയാക്കേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നടക്കേണ്ടുന്ന എല്ലാ ശുശ്രൂഷകളെയും തൃക്കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്നു. പാടുവാൻ ഞങ്ങളെ ബലപ്പെടുത്തിക്കാട്ട്, പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ സഹായിച്ചാട്ട്, സങ്കീർത്തനങ്ങളാൽ സ്തുതികളാൽ അങ്ങ് മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിച്ചാട്ട്, തിരുവനന്തപുരത്തിൻ്റെ വാതിലുകൾ ഞങ്ങളുടെ മുന്നിൽ തുറന്നു തന്നാട്ട് കർത്താവേ സ്തോത്രം. ഇന്ന് പകലിൽ യഹോവയുണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാമെന്ന്. ഹല്ലേലൂയ. കർത്താവെ, സന്തോഷത്തോടെ അങ്ങയുടെ സന്നിധിയിലായിരിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കേണ്ടതിനാണ് ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നടക്കേണ്ടുന്ന എല്ലാ ശുശ്രൂഷകളും അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിന് കാരണമായി തീരുവാൻ, ഞങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെ കാരണമായി തീരുവാൻ കർത്താവ് സഹായിക്കും. പരിശുദ്ധാത്മാവിനാൽ സകലത്തെയും കർത്താവ് ഭരിച്ചു നടത്തും. അങ്ങയുടെ നാമം ഞങ്ങളുടെ മധ്യത്തിൽ ഉയരുവാൻ കർത്താവ് ഇടയാക്കും. ഒന്നിച്ചങ്ങയെ പാടി സ്തുതിക്കുവാൻ, അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ കർത്താവെ നിങ്ങൾക്കിടയാക്കിക്കാട്ടെ. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. ഞങ്ങൾക്കായി ജീവനെ വെടിഞ്ഞ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോടെ കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. നമുക്കെല്ലാവർക്കും അതാത് സ്ഥലങ്ങളിലിരിക്കാം. കർത്താവിൻ്റെ നാമത്തെ പാടി സ്തുതിക്കുവാൻ, ആരാധിക്കുവാനുള്ള സമയമാണ്. നമുക്ക് ആയിരിക്കുന്ന ഇടങ്ങളിൽ ചില പാട്ടുകൾ കൊയർ ലീഡ് ചെയ്യുമ്പോൾ ചേർന്ന് പാടി കരങ്ങളെ തട്ടി സന്തോഷിക്കുവാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിൽ ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്തിക്കാട്ട്. വാഴ്ത്തുന്നേ എൻ യേശുരാജനെ എന്നുള്ള പാട്ട് നാം പ്രാരംഭമായിട്ട് പാടുവാനായിട്ട് പോവുകയാണ്. എല്ലാവർക്കും കർത്താവിനെ വാഴ്ത്തി സ്തുതിക്കുവാൻ, പാടി സ്തുതിക്കുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ചേർന്ന് പാടാം. വാഴ്ത്തുന്നേ എൻ യേശുരാജനെ. ഹല്ലേലൂയ. വാഴ്ത്തുന്നേ എൻ യേശുരാജനെ, സർവകാലവും കീർത്തിക്കുന്നു വൻ കൃപകളോർത്തു നന്ദിയായി. വാഴ്ത്തുന്നേ എൻ യേശുരാജനെ, വാഴ്ത്തുന്നേ എൻ യേശുരാജനെ, സർവകാലവും കീർത്തിക്കുന്നു വൻ കൃപകളോർത്തു നന്ദിയായി. വാഴ്ത്തുന്നേ എൻ യേശുരാജനെ. എൻ പാപം പേറി വൻ ക്രൂശിലേറി, എൻ പാപം പേറി വൻ ക്രൂശിലേറി, എൻ പാപം തീർത്തു നീ നിൻ ശാപമൃത്യുവാൻ, എൻ പാപം തീർത്തു നീ ശാപമൃത്യുവാൻ. എന്നെ വീണ്ടെടുത്ത സ്നേഹദീപമേ, ദൈവ സ്നേഹദീപമേ, എന്നെ വീണ്ടെടുത്ത സ്നേഹദീപമേ, ദൈവ സ്നേഹദീപമേ. സ്വന്തമാക്കിയ നിൻ സ്നേഹമോർത്തു ഞാൻ പാടും ജീവനാളെല്ലാം, സ്വന്തമാക്കിയ നിൻ സ്നേഹമോർത്തു ഞാൻ പാടും ജീവനാളെല്ലാം. വാഴ്ത്തുന്നേ എൻ യേശുരാജനെ, സർവകാലവും കീർത്തിക്കുന്നു വൻ കൃപകളോർത്തു നന്ദിയായി. വാഴ്ത്തുന്നേ എൻ യേശുരാജനെ.
കീർത്തിക്കുന്നു വൻ കൃപകൾ ഓർത്തു നന്ദിയായി വാഴ്ത്തുന്നേ എൻ യേശുരാജനെ. ഓ ഹല്ലേലൂയ. നിൻ സന്നിധാനത്തിൽ സന്തോഷമെൻ ബലം, നിൻ സന്നിധാനത്തിൽ സന്തോഷമെൻ ബലം, നിൻ മുഖകാന്തിയാൽ എന്നും നിത്യാനന്ദം, നിൻ മുഖകാന്തിയാൽ എന്നും നിത്യാനന്ദം. ആ എൻ പ്രിയൻ കൂടെ ചേർന്നു വാഴും ഞാൻ, അങ്ങു ചേർന്നു വാഴും ഞാൻ. ആ എൻ പ്രിയൻ കൂടെ ചേർന്നു വാഴും ഞാൻ, അങ്ങു ചേർന്നു വാഴും ഞാൻ. ആ ദൈവമഹത്വനാളടുത്തിതാ, ദൈവനാളടുത്തിതാ. ആ ദൈവമഹത്വനാളടുത്തിതാ, ദൈവനാളടുത്തിതാ. വാഴ്ത്തുന്നേ എൻ യേശുരാജനെ സർവകാലവും. കീർത്തിക്കുന്നു വൻ കൃപകൾ ഓർത്തു നന്ദിയായി വാഴ്ത്തുന്നേ എൻ യേശുരാജനെ. വാഴ്ത്തുന്നേ എൻ യേശുരാജനെ സർവകാലവും. കീർത്തിക്കുന്നു വൻ കൃപകൾ ഓർത്തു നന്ദിയായി വാഴ്ത്തുന്നേ എൻ യേശുരാജനെ. ഹല്ലേലൂയ. സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. അനുഗ്രഹീതമായ ഗീതം ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമ്മളെ സഹായിക്കുന്നല്ലോ. വീണ്ടും ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നാം ആയിരിക്കുന്നത് എന്നുള്ള ബോധ്യം മറന്നു പോകാതെ ഹല്ലേലൂയ ഒരു മനസ്സോടെ ഏകഹൃദയത്തോട് കർത്താവിനെ സ്തുതിക്കുവാനും വാഴ്ത്തുവാനും, വിശേഷാൽ ഈ ആരാധനയുടെ പ്രാരംഭഘട്ടങ്ങളിൽ നാം ദൈവത്തെ പാടി സ്തുതിക്കുകയും ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന സമയമാണല്ലോ. വിശേഷാൽ മറ്റൊന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാതെ നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കുന്നതിനേക്കാൾ ഉപരിയായി കർത്താവിനെ സ്തുതിക്കുവാൻ, ആരാധനയ്ക്ക് യോഗ്യനായവനെ പാടി സ്തുതിക്കുവാൻ, വാഴ്ത്തി സ്തുതിക്കുവാൻ ഹല്ലേലൂയ കഴിഞ്ഞ ഒരാഴ്ച വട്ടമൊന്നല്ല, ജീവിതത്തിൽ ഇത്രത്തോളം നമ്മെ നടത്തിയ ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുവാൻ ഹല്ലേലൂയ ദൈവം നമ്മളെ തരുന്ന അവസരമാണെന്നുള്ള ആ ഒരു വലിയ ബോധ്യത്തോടു കൂടി ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നാം ഇങ്ങനെ പാടി: എന്നുള്ളമാകവേ പ്രിയനോട് ചേരുവാൻ, കൊതിച്ചിടുന്ന അധികമായി പൊന്മുഖം കാണുവാൻ, എന്നൻ കണ്ണുനീരകന്നു വാഴും ഞാൻ, എൻ സ്വർഗീയ ദിനം എന്ന് കാണും ഞാൻ എന്ന് ചേർന്ന് പാടിയ ജനമേ ഹല്ലേലൂയ. ആ ഒരു വലിയ പ്രത്യാശ നമുക്ക് തന്നിരിക്കുന്നതിനാൽ ഒരു സ്വർഗീയ ദിനം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്നു. ഒരു വലിയ സുദിനം കർത്താവിനെ കാണുന്ന, സ്വർഗത്തിൽ നാം ചേർക്കപ്പെടുന്ന, വനമേഘങ്ങളിൽ എടുക്കപ്പെടുന്ന ഒരു സ്വർഗീയ സുദിനം ഹല്ലേലൂയ. ആ ഒരു പ്രത്യാശ നമ്മുടെ ഉള്ളിൽ തന്നിരിക്കാൻ, ഒരു കാലത്ത് അതിന് യാതൊരു യോഗ്യതയുമില്ലായിരുന്നു നമ്മളെ കർത്താവ് അതിനുവേണ്ടി ഒരുക്കി. കാൽവറിയിൽ കൂടെ തുറന്ന രക്ഷാമാർഗത്തിൽ നമുക്കതിന് യോഗ്യതയുള്ളവരാക്കി. കൃപയാൽ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെടുവാൻ ദൈവമിടയാക്കി. ആ സുദിനത്തിനായി കാത്തിരിക്കുന്ന എല്ലാവരും ആ ഹൃദയങ്ങളിൽ ആ ആഗ്രഹം, ആ പ്രത്യാശ, ആ ദൈവസ്നേഹം ഒന്ന് ഉണരുവാൻ, ഒന്ന് വർദ്ധിക്കുവാൻ ദൈവം നമുക്കിടയാക്കട്ടെ. ആ സുദിനമോർത്ത് ഹല്ലേലൂയ വാനമേഘങ്ങളിലെ സംഗമം കർത്താവിനോടൊപ്പം നിത്യം യുഗായുഗങ്ങൾ ഹല്ലേലൂയ വരും കാലങ്ങളിൽ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ വലിയ കൃപയുടെ അത്യന്ത ധനം അനുഭവിച്ച് സ്വർഗത്തിൽ ദൈവത്തോടൊപ്പം വാഴുന്ന ആ സ്വർഗീയ വാഴ്ചയ്ക്കായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. എന്നുള്ളമേ സ്തുതിക്കാം ഹല്ലേലൂയ. എല്ലാ നിലയിലും കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. വീണ്ടും നമ്മൾ ഒരു പാട്ടുകൂടെ പാടുവാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. മഹൽ സ്നേഹം മഹൽ സ്നേഹം എന്നുള്ള പാട്ട് കൊയർ ലീഡ് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്നേഹം പരലോക പിതാവൂതൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. മഹൽ സ്നേഹം പരലോക പിതാവൂതൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു.
അനുഗ്രഹം നമുക്കായി സകലവും നൽകിടുവാൻ പിതാവിനു ഹിതമായി സ്വർഗ്ഗസ്ഥലങ്ങളിലുള്ള അനുഗ്രഹം നമുക്കായി സകലവും നൽകിടുവാൻ പിതാവിനു ഹിതമായി സകലവും നൽകിടുവാൻ സകലവും നൽകിടുവാൻ സകലവും നൽകിടുവാൻ പിതാവിനു ഹിതമായി സ്ഥാപനത്തിൻ മുൻപുളവായൊരൻപാൽ തിരഞ്ഞെടുത്തവൻ നമ്മെ തിരുമുൻപിൽ വസിപ്പാൻ സ്ഥാപനത്തിൻ മുൻപുളവായൊരൻപാൽ തിരഞ്ഞെടുത്തവൻ നമ്മെ തിരുമുൻപിൽ വസിപ്പാൻ തിരഞ്ഞെടുത്തവൻ നമ്മെ തിരഞ്ഞെടുത്തവൻ നമ്മെ തിരഞ്ഞെടുത്തവൻ നമ്മെ തിരുമുൻപിൽ വസിപ്പാൻ മഹൻ സ്നേഹം പരലോക പിതാവോതൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു മലിനത മാറി നമ്മൾ മഹിമയിൽ വിളങ്ങാൻ മനുവേലിൻ നിണം ചിന്തി നരരെ വീണ്ടെടുപ്പാൻ മലിനത മാറി നമ്മൾ മഹിമയിൽ വിളങ്ങാൻ മനുവേലിൻ നിളം ചിന്തി നരരെ വീണ്ടെടുപ്പാൻ മനുവേലിൻ നീണം ചിന്തി മനുവേലിൻ നീണം ചിന്തി മനുവേലിൻ നീണം ചിന്തി നരരെ വീണ്ടെടുപ്പാൻ അതിക്രമമോചനമാം അനുഗ്രഹമവനിൽ അനുഭവിക്കുന്നു നമ്മൾ അവൻ തന്ന കൃപയാൽ അതിക്രമമോചനമാം അനുഗ്രഹമവനിൽ അനുഭവിക്കുന്നു നമ്മൾ അവൻ തന്ന കൃപയാൽ അനുഭവിക്കുന്നു നമ്മൾ അനുഭവിക്കുന്നു നമ്മൾ അനുഭവിക്കുന്നു നമ്മൾ അവൻ തന്ന കൃപയാൽ മകൾ സ്നേഹം പരലോക പിതാവോതൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു മരണത്താൽ മറയാത്ത മഹൽ സ്നേഹ പ്രഭയാൽ പിരിയാബന്ധമാണീതു യുഗകാലം വരെയും മരണത്താൽ മറയാത്ത മഹൽ സ്നേഹ പ്രഭയാൽ പിരിയാബന്ധമാണീതു യുഗകാലം വരെയും പിരിയാ
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹൽ സ്നേഹം അനുഗ്രഹീതമായ ഗാനത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നമ്മെ സ്നേഹിച്ച സ്നേഹത്തിനായിട്ട്, അനാദി നിർണയത്തിന് മുന്നമേ ദൈവം നമ്മളെ കണ്ടിരുന്നു. ആ വലിയ സ്നേഹത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. അതൊരു പക്ഷെങ്കിൽ മുൻകാലങ്ങളിൽ ജനങ്ങൾക്കറിയായി വന്നിരുന്നില്ല. അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മമായിരുന്നുവെങ്കിലും ഇപ്പോൾ തൻ്റെ ആത്മാവിനാൽ വിജാതീയരായ ലോകമെമ്പാടുമുള്ള സകല മാനവരാശിക്കും രക്ഷപ്പെടുവാനുള്ള ഒരു മാർഗമായി ദൈവം നമുക്ക് തുറന്നു തന്നിരിക്കുകയാൽ ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. മഹൽ സ്നേഹം, ഹല്ലേലൂയ. ദൈവത്തിന് നമ്മോടുണ്ടായിരുന്ന ആ മഹൽ സ്നേഹമോർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതൊരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു ഹൃദയത്തിൽ പോലും തോന്നിയിട്ടില്ല. ഒരു കാലത്ത് നമുക്കതിനോട് അടുക്കുവാനോ ആ രക്ഷാ പദ്ധതിക്ക് യാതൊരു യോഗ്യതയുമില്ലായിരുന്നു. നമ്മളെ കർത്താവിൻ്റെ ആ മഹൽ സ്നേഹത്താൽ ദൈവം നമ്മളെ വീണ്ടെടുത്തു. ഇന്ന് നമുക്ക് ഹല്ലേലൂയ പ്രത്യാശ തന്നിരിക്കുകയാൽ, ആ നിത്യജീവൻ്റെ പ്രത്യാശ തന്നിരിക്കുകയാൽ നമുക്ക് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. ഈ പാട്ടുകളെല്ലാം, അതിൻ്റെ ഓരോ ലൈനുകളും വളരെ അർത്ഥവത്തായിട്ടുള്ള പാട്ടുകളാണ്. അതെല്ലാം പാടി സ്തുതിക്കുമ്പോൾ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനായിട്ട് ദൈവം നമുക്കിടയാക്കുന്ന ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. വീണ്ടും നാം തിരുവചന വായനയ്ക്കായിട്ട് കടക്കുവാനായിട്ട് പോവുകയാണ്. വേദപുസ്തകം കയ്യിലുള്ളവരെല്ലാം അതെടുക്കുകയും വായിച്ച് കേൾക്കുന്ന ഭാഗത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. ബ്രദർ ഐസക് ജെയിംസ് മുന്നോട്ട് കടന്നു വരികയും ബൈബിൾ റീഡിങ്ങിൽ നമ്മെ സഹായിക്കുകയും ചെയ്യും. ബ്രദർ ഐസക് ജെയിംസ്. Praise the Lord. Deuteronomy chapter 6. Now these are the commandments, the statutes, and the judgments which the Lord your God commanded to teach you, that ye might do them in the land whither ye go to possess it, that thou mightest fear the Lord thy God, to keep all his statutes and his commandments, which I command thee, thou and thy son, and thy son's son, all the days of thy life, and that thy days may be prolonged. Hear therefore, O Israel, and observe to do it, that it may be well with thee, and that ye may increase mightily, as the Lord God of thy fathers hath promised thee, in the land that floweth with milk and honey. Hear, O Israel, the Lord our God is one Lord, and thou shalt love the Lord thy God with all thine heart, and with all thy soul, and with all thy might. And these words which I command thee this day shall be in thine heart, and thou shalt teach them diligently unto thy children, and shalt talk of them when thou sittest in thine house, and when thou walkest by the way, and when thou liest down, and when thou risest up. And thou shalt bind them for a sign upon thine hand, and they shall be as frontlets between thine eyes. And thou shalt write them upon the posts of thy house and on thy gates. And it shall be, when the Lord thy God shall have brought thee into the land which he sware unto thy fathers, to Abraham, to Isaac, and to Jacob, to give thee great and goodly cities, which thou buildest not, and houses full of all good things, which thou fillest not, and wells digged, which thou diggest not, vineyards and olive trees, which thou plantest not. When thou shalt have eaten and be full, then beware, lest thou forget the Lord, which brought thee forth out of the land of Egypt, from the house of bondage. Thou shalt fear the Lord thy God, and serve him, and shalt swear by his name. Ye shall not go after other gods, of the gods of the people which are round about you. For the Lord thy God is a jealous God among you, lest the anger of the Lord thy God be kindled against thee, and destroy thee from off the face of the earth. Ye shall not tempt the Lord your God, as ye tempted him in Massah. Ye shall diligently keep the commandments of the Lord your God, and his testimonies, and his statutes, which he hath commanded thee. And thou shalt do that which is right and good in the sight of the Lord, that it may be well with thee, and that thou mayest go and possess the good land which the Lord sware unto thy fathers,
to cast out all thine enemies from before thee, as the Lord hath spoken. And when thy son asketh thee in time to come, saying, What mean the testimonies and the statutes and the judgments which the Lord our God commanded you? Then thou shalt say unto thy son, We were Pharaoh's bondmen in Egypt, and the Lord brought us out of Egypt with a mighty hand. And the Lord showed signs and wonders, great and sore, upon Egypt, upon Pharaoh, and upon all his household before our eyes. And he brought us out from thence, that he might bring us in, to give us the land which he sware unto our fathers. And the Lord commanded us to do all these statutes, to fear the Lord our God, for our good always, that he might preserve us alive, as it is at this day. And it shall be our righteousness, if we observe to do all these commandments before the Lord our God, as he had commanded us. Praise the Lord. വായിച്ച് കേട്ട അനുഗ്രഹീതമായ വേദഭാഗത്തിനായിട്ട് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. വായിച്ചു കേട്ട ആ ഭാഗത്തിൽ നിന്ന് നാം ഒരു പ്രബോധനത്തിലേക്ക് കടക്കുന്നില്ല എങ്കിലും ആ ദൈവവചനം നമ്മളോട് ഇടപെടുകയും നമ്മളോട് സംസാരിക്കുകയും ചെയ്യട്ടെ. ഈ ഒരാഴ്ചവട്ടം മുഴുവനും അത് നമുക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നാം തുടർമാനമായി ചെയ്യുന്നത് ഇൻ്റർസെസറി പ്രെയറാണ്. അതായത് നമ്മുടെ ആവശ്യങ്ങളുമായിട്ട് നാം ദൈവത്തോട് അടുത്ത് വരികയാണ്. നാം ഈ ഓൺലൈൻ മീറ്റിംഗ് ആയിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ, ദ ഗേറ്റ് ചർച്ചായിട്ട് തിരുസന്നിധിയോട് അടുത്ത് വരുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോട് ദൈവത്തെ അറിയിക്കുക എന്നുള്ള ആത്മീക ഉപദേശം പോലെ നാം ഇന്ന് നമ്മുടെ ആവശ്യങ്ങളുമായിട്ട് ദൈവത്തോട് അടുത്ത് വരികയാണ്. സാധാരണയായിട്ട് നാം ചെയ്യുന്ന നമ്മുടെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഒന്നിച്ച് നാം ചേർന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ ചേർന്ന് പറഞ്ഞ് അപേക്ഷിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ആ വിഷയമായിട്ട് ഒരിക്കൽ കൂടി കർത്താവിൻ്റെ സന്നിധിയോട് ചേർന്ന് വരികയാണ്. പ്രാരംഭമായിട്ട് നാം പ്രാർത്ഥിക്കാറുള്ളത് കർത്താവ് കാൽവറിയിൽ നിവർത്തിച്ച രക്ഷണ്യ പ്രവൃത്തി ഇന്ന് ലോകമറിയാതെ, ലോകത്തിനത് വെളിപ്പെടാതെ, അതിൻ്റെ മഹത്വം എന്താണെന്നറിയാതെ അനേകരും മറ്റു മാർഗങ്ങളിൽ കൂടി രക്ഷിക്കപ്പെടുവാനും സ്വർഗം സ്വായത്തമാകുവാനും ആഗ്രഹിക്കുമ്പോൾ സത്യത്തിൽ എന്താണ് ക്രിസ്ത്യാനിറ്റി, കർത്താവ് ക്രൂശിൽ നിവർത്തിച്ച രക്ഷണ്യ പ്രവൃത്തിയുടെ മഹത്വം എന്താണെന്ന് ലോകത്തെ അറിയിക്കുവാൻ ഗേറ്റ് മിനിസ്ട്രിയിലൂടെ കർത്താവ് സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആ ദൗത്യം ഏറ്റെടുത്ത് ലോകമെമ്പാടും നാം ഈ സത്യസുവിശേഷത്തെ വിളംബരം ചെയ്യുവാൻ, അറിയിക്കുവാനായി ഇതിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന എല്ലാ പോഷക സംഘടനകൾക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദ ഗേറ്റ് മിനിസ്ട്രീസിൻ്റെ എല്ലാ യൂട്യൂബ് മിനിസ്ട്രികൾക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഇന്നർ സർക്കിൾ 10 മെമ്പേഴ്സ്, അവരുടെ ഫാമിലി, അവർക്കായിട്ട് നമുക്ക് വിശേഷാൽ ദൈവിക അനുഗ്രഹങ്ങളോട്, ദൈവിക ആലോചനയോടെ ഈ കാര്യങ്ങൾ മുന്നോട്ട് നയിക്കുവാൻ വേണ്ടുന്ന എല്ലാ കൃപകളും ദൈവം അവരുടെ മേൽ പകരേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദ ഗേറ്റ് ചർച്ചിനായിട്ട് പ്രാർത്ഥിക്കാം. പല സ്ഥലങ്ങളിൽ നടക്കുന്ന ഗേറ്റ് ചർച്ചിൻ്റെ പ്രവർത്തനങ്ങൾക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. തുറന്നോസിൻ്റെ പാഠശാലയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സാറ്റർഡേയ്സിൽ നടക്കുന്ന ബൈബിൾ ക്ലാസ് അതനുഗ്രഹമായ രീതിയിൽ നടക്കുവാനും തിരുവചനം ജനം മനസ്സിലാക്കുവാനും ദൈവം സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്രൂവ്ഡ് വർക്ക്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, അതായത് ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം, അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹിന്ദി സെഷനായിട്ട് പ്രാർത്ഥിക്കാം. മഹാരാഷ്ട്രയിൽ, ഉത്തർപ്രദേശിൽ, ഒറീസയിൽ ഒക്കെ നടക്കുന്ന പ്രവർത്തനങ്ങളെ ദൈവം സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ലോക്കൽ ചർച്ചുകൾക്കായിട്ട്, കോട്ടയത്ത് നടക്കുന്ന പ്രവർത്തനങ്ങൾക്കായിട്ട് നമുക്ക് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. ചങ്ങനാശ്ശേരിയിൽ, കറുകച്ചാലിൽ ഒക്കെ നടക്കുന്ന പ്രാർത്ഥനാ ഗ്രൂപ്പുകളെ ദൈവം അനുഗ്രഹിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. അടിമാലിയിൽ, ബത്തേരിയിൽ, പറവൂരിൽ ഒക്കെ നടക്കുന്ന പ്രാർത്ഥനാ ഗ്രൂപ്പുകൾക്കായിട്ട് നമുക്ക് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. അവിടെയെല്ലാം നടക്കുന്ന ദൈവിക പ്രവർത്തികൾ കൂടി അനേകർ ഈ സത്യസുവിശേഷം മനസ്സിലാക്കുവാനും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ സാക്ഷികളായി നിൽക്കുവാനും ദൈവം സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അനേകർ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മളോട് അപേക്ഷിച്ചിട്ടുണ്ട്. പലവിധമായ പ്രശ്നങ്ങളാൽ ഭാരപ്പെടുന്നവരുണ്ട്, രോഗങ്ങൾ ദുഃഖങ്ങളിൽ പ്രയാസപ്പെടുന്നവരുണ്ട്. അവരെയൊക്കെ കർത്താവ് സമാധാനിപ്പിക്കേണ്ടതിനായിട്ടും സൗഖ്യം അയക്കേണ്ടതിനായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. പലവിധമായ പ്രയാസങ്ങൾ കൂടി കടന്നു പോകുന്നു. ഹോസ്പിറ്റലായിരിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ എക്സാംസ് അറ്റൻഡ് ചെയ്യുന്ന കുട്ടികളുണ്ട്. എല്ലാവർക്കുമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പല അനുഗ്രഹങ്ങൾ കഴിഞ്ഞ ആഴ്ചകളിൽ ദൈവം പ്രദാനം ചെയ്തവരുണ്ട്. കുടുംബജീവിതത്തിൽ, വ്യക്തിജീവിതത്തിൽ ഒക്കെ ഒരു സംവത്സരം കൂടെ പിന്നിടുവാൻ ദൈവം ഭാഗ്യം കൊടുത്തവരുണ്ട്. എല്ലാവർക്കുമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ സഹായിക്കേണ്ടതിനായിട്ട് ആരോഗ്യത്തോട്, സമാധാനത്തോട്, ദൈവസ്നേഹത്തോട് കർത്താവിനെ സ്തുതിക്കുവാൻ വരും ദിവസങ്ങളിൽ അവരെല്ലാവരെയും കർത്താവ് കുടുംബമായിട്ട് സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്ന് നടക്കുന്ന ശുശ്രൂഷകൾ അനുഗ്രഹമായി തീരുവാൻ
കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വമായി തീരുവാൻ ദൈവം സഹായിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. വചനത്തിൽ കൂടി ദൈവിക ആലോചനകൾ വെളിപ്പെടുത്തേണ്ടതിനായിട്ട് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്ന അനേകർ പലവിധമായ പ്രശ്നങ്ങളാൽ എഴുന്നേറ്റ് നിൽക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. അവരുടെ പ്രശ്നങ്ങൾ എന്തു തന്നെയായിരുന്നാലും അതിൻ്റെ മേൽ ദൈവിക കരം അനുകൂലമായി കാണുവാൻ നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. സകല വിഷയങ്ങളും അറിയുന്ന, ഉൾപ്പുകളെ നിലവുകളെ ആരാഞ്ഞറിയുന്ന ദൈവം നമ്മളോട് പറഞ്ഞ് പ്രാർത്ഥനയ്ക്കായിട്ട് ആ വിഷയം എടുത്ത് പറയുന്നില്ല എങ്കിലും ഉള്ളിൽ ഞരങ്ങിക്കൊണ്ടിരിക്കുന്ന ആ വിഷയത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ കരം അനുകൂലമായി കാണുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സൗഖ്യത്തെ, സമാധാനത്തെ ഒക്കെ ദൈവമായിക്കേണ്ടതിനായിട്ട്, അതിരുകളെ ദൈവം വിസ്തൃതമാക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഏകരായ വിശ്വാസത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നവരുണ്ട്. അവരൊക്കെ ധൈര്യത്തോട് കർത്താവിൻ്റെ വചനവുമായിട്ട് നിൽക്കുവാൻ ദൈവം പ്രത്യേക കൃപ അവരുടെ മേൽ പകരേണ്ടതിനായിട്ട് നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ വിഷയങ്ങൾക്കും വേണ്ടി നമ്മൾ ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് പോവുകയാണ്. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. മഹത്വത്തിന് പ്രത്യാശയായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, പ്രാർത്ഥനയ്ക്കായിട്ട് അവിടുത്തെ സന്നിധിയിൽ സമർപ്പിച്ചിരിക്കുന്ന സമസ്ത വിഷയങ്ങളെയും ഞങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവ് തൃക്കരം അതിൻ്റെ മേൽ വയ്ക്കുമാറാകണം. ഞങ്ങൾ ചിന്തിക്കുന്ന, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി നിൽക്കുവാൻ, ഹല്ലേലൂയ കർത്താവെ, ഈ സത്യസുവിശേഷത്തെ ലോകത്തെ അറിയിക്കുവാൻ ഞങ്ങളിലൂടെ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും കർത്താവ് 100, 60, 30 മേനിയായി അനുഗ്രഹിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ കർത്താവെ സ്തോത്രം ഫലം കാണേണ്ടതിനായിട്ട് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ കർത്താവെ, പല ആവശ്യങ്ങളുമായിട്ട് അവിടുത്തെ സന്നിധിയിലായിരിക്കുന്ന അതിൻ്റെ മക്കൾക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സൗഖ്യം, സമാധാനം, കർത്താവെ വിടുതലൊക്കെ കർത്താവ് അയക്കേണ്ടതിനായിട്ട്, ഈ മീറ്റിംഗ് കഴിയുന്നതിന് മുമ്പേ ദൈവിക ശക്തി അവരുടെ മേൽ വ്യാപരിക്കേണ്ടതിനായിട്ട്, ആ വിഷയങ്ങളിലൊക്കെ കർത്താവ് വിടുതൽ അയക്കേണ്ടതിനായിട്ട് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നടക്കുന്ന ശുശ്രൂഷകളെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ നാമത്തിന് മഹത്വമായി തീരുവാൻ കർത്താവ് സഹായിക്കും. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. ഞങ്ങൾക്കായ ജീവനെ വെടിഞ്ഞ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോട് കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. തുടർന്നുള്ള ഏകദേശം അരമണിക്കൂറിലേറെ നാം തിരുവചനത്തിൻ്റെ ധ്യാനത്തിലേക്ക്, തിരുവചന ചിന്തകളിലേക്ക് കടക്കുവാനായിട്ടും ദൈവത്തിന് നമ്മളോട് സംസാരിക്കാനുള്ള ദൈവിക ആലോചന നാം കേൾക്കുവാനായിട്ടും പോവുകയാണ്. വളരെ ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും മനസ്സൊരുക്കത്തോടും കൂടി ഈ വചനത്തോട് അടുത്തു വരുവാനും ശ്രദ്ധിക്കുവാനും ഞാൻ വിശേഷാൽ ഓർപ്പിക്കുന്നു. ഇന്ന് പകലിൽ പല ഇടങ്ങളിലും നമ്മുടെ ആരാധന നടക്കുന്നുണ്ട്. കോട്ടയത്ത് നമ്മുടെ മീറ്റിംഗ് നടക്കുന്നുണ്ട്. പറവൂരിൽ, ബത്തേരിയിൽ, അടിമാലിയിൽ ഒക്കെ നമ്മുടെ ആരാധന നടക്കുന്നുണ്ട്. ആ പരിസര പ്രദേശങ്ങളിലുള്ളവരൊക്കെ ആ മീറ്റിങ്ങുകളിൽ ചെന്ന് സംബന്ധിക്കുവാനും ഒന്നിച്ച് കർത്താവിനെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞാൻ വിശേഷാൽ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. ദൈവം നമ്മളെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നാം അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായം 26 മുതൽ 40 വരെയുള്ള വാക്യങ്ങളാണ് ചിന്തിക്കുവാനായിട്ട് കർത്താവിൽ ആഗ്രഹിക്കുന്നത്. അതായത് അപ്പോസ്തലനായ പൗലോസാണ് ജാതികളുടെ അപ്പോസ്തലനെന്നും വിജാതീയരായ നമുക്ക് രക്ഷയുടെ സന്ദേശം ലഭിച്ചത് കർത്താവായ യേശു ക്രിസ്തു അപ്പോസ്തലനായ പൗലോസിലൂടെയാണ് ആ ഒരു സത്യസുവിശേഷം നമ്മിൽ എത്തിച്ചതെന്നും നാം പറയുവാനായിട്ടും അത് മനസ്സിലാക്കി കൊടുക്കുവാനുമായിട്ടും ഒക്കെ ശ്രമിക്കുമ്പോൾ ഇന്നത്തെ ക്രിസ്തീയ ഗോളം അതിനെതിരായിട്ട് തിരിയുകയും, അങ്ങനെയല്ല, ഏദൻ തോട്ടം മുതലേ ഉള്ളൊരു ദൈവിക പദ്ധതിയാണ്. അത് കാലാകാലങ്ങളിൽ ദൈവം വിളിച്ചാക്കിയിരിക്കുന്ന ദൈവജനത്തിന് അത് കൈമാറിക്കൊണ്ടിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ലോകത്തിലെ മിനിസ്ട്രിക്ക് ശേഷം 12 അപ്പോസ്തലന്മാരിൽ കൂടി അത് അറിയിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഈ വിഷയത്തെ വളരെ ലൈറ്റാക്കി കളയുകയും ആ വിഷയത്തിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കാതെ പോവുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോസ്തലനായ പൗലോസിൽ കൂടി ദൈവം തുറന്ന ഒരു പ്രത്യേക കാലഘട്ടമാണ് ഈ കൃപായുഗം എന്ന് പറയുന്നത്. അതിലൂടെ ദൈവം നമ്മളെ അറിയിച്ച ഒരു രക്ഷാ സന്ദേശമാണ് ക്രൂശിലൂടെയുള്ള ആ കൃപയാൽ വിശ്വാസം മൂലമുള്ള രക്ഷാ പദ്ധതിയും ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന ദൈവസഭയും. ഇതൊരു വലിയ മാർമികമായ ദൈവിക സത്യവും അനേക ക്ലാസ്സുകൾ കൂടെ, അനേക ദിവസങ്ങളിലെ മെസ്സേജിൽ കൂടി ഇത് പറയുവാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ ആത്മീക ലോകത്തിന് ഇതിൻ്റെ ആ ഒരു സീരിയസ്നെസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു അന്തസത്ത എന്താണെന്ന് മനസ്സിലാകാതെ 12 അപ്പോസ്തലന്മാരും ഇത് തന്നെയാണ് പ്രസംഗിച്ചിരുന്നത് എന്ന് വരുത്തി തീർക്കുവാനായിട്ട് വളരെ കാര്യങ്ങൾ പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. വിശേഷാൽ ഈ അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായവും 10-ാം അധ്യായവും ഒക്കെ അതിനുവേണ്ടി അവർ ഉപയോഗിക്കുന്ന ചില അധ്യായങ്ങളാണ്. വിശേഷാൽ 8-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാന ഭാഗം എത്യോപ്യക്കാരൻ ഒരു ഷണ്ണൻ്റെ സ്നാനത്തെക്കുറിച്ചാണ്. അത് 12 കൂടെ ചേർന്ന് പ്രവർത്തിച്ചിരുന്ന ഫിലിപ്പോസ് എന്ന
മേശമേൽ ശുശ്രൂഷിക്കുവാനായി പരിശുദ്ധാത്മാവിനാൽ നിയോഗിതരായ 7 പേരിൽ ഒരാളായിരുന്ന ഫിലിപ്പോസിലൂടെ ദൈവം നടത്തുന്ന ദൈവിക പ്രവൃത്തിയോട് വെളിപ്പെടുന്നതായിട്ട് കാണാം. ഈ എത്യോപ്യയിൽ നിന്നും വന്നിരിക്കുന്ന ഒരു ഷണ്ണൻ, അദ്ദേഹത്തിൻ്റെ സ്നാനം അവിടെ നിറവേറുന്നത് കാണാം. അതുകൊണ്ട് തന്നെ വിജാതീയനായിരുന്ന ഈ എത്യോപ്യന് ഈ പന്തിരൂരിൽ കൂടി, അല്ലെങ്കിൽ അവരുടെ കൂടെ ശുശ്രൂഷിച്ചിരുന്ന 7 പേരിൽ കൂടി ആ ഒരു ദൈവിക സന്ദേശം അദ്ദേഹത്തിലേക്ക് കൈമാറുകയും അദ്ദേഹം ദൈവിക കൽപ്പന അനുസരിക്കുകയും ചെയ്യുന്നതായിട്ട് കാണാം എന്ന് പറഞ്ഞ് ഈ വിഷയത്തെ വിവരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 10-ാം അധ്യായത്തിൽ ഒരു റോമൻ ശതാധിപനായിരിക്കുന്ന കൊർന്നല്യോസ് എന്ന പട്ടാളക്കാരൻ, അദ്ദേഹം വിജാതീയനാണ്. അദ്ദേഹത്തോട് പത്രോസ് അപ്പോസ്തലൻ സുവിശേഷം അറിയിക്കുകയും താൻ രക്ഷിക്കപ്പെടുകയും സ്നാനപ്പെടുകയും പരിശുദ്ധാത്മാവിൽ നിറയുകയും ഒക്കെ ചെയ്യുന്നത് കാണിച്ച ആ ഉദാഹരണമൊക്കെ ഇതിനോട് ചേർത്ത് എടുത്തു പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ ഒരല്പം ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കണം. എന്താണ് ആക്ച്വലി അവിടെയൊക്കെ നടക്കുന്നത് എന്നൊന്ന് മനസ്സിലാക്കി തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതിൻ്റെ ഫലമായിട്ടും പ്രാർത്ഥിക്കുകയും ചിന്തിക്കുകയും ചെയ്തപ്പോൾ ദൈവം തന്ന ഒരു ആലോചനയായിട്ടാണ് ഇന്ന് ഈ വിഷയം സംസാരിക്കാമെന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായം അതിൻ്റെ 26 മുതൽ 40 വരെയുള്ള ഭാഗങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ വിഷയം കാണുവാനായിട്ട് കഴിയും. ഞാൻ അതൊന്ന് പെട്ടെന്ന് വായിക്കുവാനായിട്ട് പോവുകയാണ്. എല്ലാവരും ബൈബിൾ കരങ്ങളിലുള്ളവർ അതൊന്ന് എടുക്കുകയും ആ വിഷയം ശ്രദ്ധിക്കുകയും ചെയ്യുക. ഞാനൊന്ന് വായിക്കാം. ഇവിടെ പറയുന്നത്, അനന്തരം കർത്താവിൻ്റെ ദൂതൻ ഫിലിപ്പോസിനോട്, നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരുശലേമിൽ നിന്ന് ഗാസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോക എന്ന് പറഞ്ഞു. അവൻ പുറപ്പെട്ടു ചെന്നപ്പോൾ ഖന്തക്ക എന്ന എത്യോപ്യ രാജ്ഞിയുടെ ഒരു ഷണ്ണനും മഹാനും അവളുടെ സകല ഭണ്ഡാരത്തിനും മേൽവിചാരകനുമായ ഒരു എത്യോപ്യനെ കണ്ടു. അവൻ യെരുശലേമിൽ നമസ്കരിപ്പാൻ വന്നിട്ട് മടങ്ങിപ്പോകയിൽ തേരിലിരുന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുകയായിരുന്നു. ആത്മാവ് ഫിലിപ്പോസിനോട്, നീ അടുത്ത് ചെന്ന് തേരിനോട് ചേർന്ന് നടക്ക എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് ഓടി ചെല്ലുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുന്നത് കേട്ടിട്ട്, നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ എന്ന് ചോദിച്ചതിന്, ഒരുത്തൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കും എന്നവൻ പറഞ്ഞു. ഫിലിപ്പോസ് കയറി തന്നോട് കൂടെ ഇരിക്കണം എന്നപേക്ഷിച്ചു. തിരുവെഴുത്തിൽ അവൻ വായിച്ച ഭാഗം ആവിത്, അറുക്കുവാനുള്ള ആടിനെ പോലെ അവനെ കൊണ്ടുപോയി. രോമം കത്തിരിക്കുന്നവൻ്റെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാട് പോലെ അവൻ വായ് തുറക്കാതിരുന്നു. അവൻ്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി. അവൻ്റെ തലമുറയെ ആർ വിവരിക്കും? ഭൂമിയിൽ നിന്ന് അവൻ്റെ ജീവനെ എടുത്തു കളയുന്നുവല്ലോ. ഷണ്ണൻ ഫിലിപ്പോസിനോട്, ഇത് പ്രവാചകൻ ആരെക്കുറിച്ച് പറയുന്നു? തന്നെക്കുറിച്ചോ മറ്റൊരുത്തനെക്കുറിച്ചോ എന്ന് പറഞ്ഞു തരണം എന്ന് അപേക്ഷിച്ചു. ഫിലിപ്പോസ് ഈ തിരുവെഴുത്ത് ആധാരമാക്കി അവനോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിപ്പാൻ തുടങ്ങി. അവർ ഇങ്ങനെ വഴി പോകയിൽ വെള്ളമുള്ള ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഷണ്ണൻ, ഇതാ വെള്ളം, ഞാൻ സ്നാനം ഏൽക്കുന്നതിന് എന്ത് വിരോധം എന്ന് പറഞ്ഞു. അതിന് ഫിലിപ്പോസ്, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിൽ ആകാം എന്ന് പറഞ്ഞു. യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രൻ ആകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു. അങ്ങനെ അവൻ തേർ നിർത്തുവാൻ കൽപ്പിച്ചു. ഫിലിപ്പോസും ഷണ്ണനും ഇരുവരും വെള്ളത്തിലിറങ്ങി. അവൻ അവനെ സ്നാനം കഴിപ്പിച്ചു. അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിൻ്റെ ദൂതൻ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തു കൊണ്ടുപോയി. ഷണ്ണൻ അവനെ പിന്നെ കണ്ടില്ല. അവൻ സന്തോഷിച്ചുകൊണ്ട് തൻ്റെ വഴിക്ക് പോയി. ഫിലിപ്പോസിനെ പിന്നെ അസ്തോദിൽ കണ്ടു. അവൻ സഞ്ചരിച്ചു എല്ലാ പട്ടണങ്ങളിലും സുവിശേഷം അറിയിച്ചുകൊണ്ട് കൈസരിയയിൽ എത്തി. ഇതാണ് ഈ വിഷയത്തിൻ്റെ ഒരു പശ്ചാത്തലം. ഇത് എന്താണ് ആക്ച്വലി ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ് നാം ഇന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്ന വിഷയം. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടായതിനു ശേഷം ദൈവം അന്ന് തന്നെ 3000 പേരോളം സഭയോട് ചേരുകയാണ്. അതിനുശേഷം അടുത്ത അധ്യായത്തിൽ നമുക്ക് കാണാം ഏകദേശം 5000 പുരുഷന്മാർ ഈ വിശ്വാസത്തിലേക്ക് അടുത്തു വരികയാണ്. അതുകൂടാതെ അങ്ങനെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടാവുകയും അനേക ആയിരങ്ങൾ ഈ ഒരു വിഷയത്തിലേക്ക് ദൈവത്തിൻ്റെ ആ ഒരു രക്ഷാ പദ്ധതിയിലേക്ക് അടുത്തു വരികയും അവരുടെ വിളിയും തിരഞ്ഞെടുപ്പും എന്താണെന്ന് മനസ്സിലാക്കി അനേകർ അവരുടെ സമ്പത്തും സകലതും വിറ്റ് കളഞ്ഞിട്ട് കർത്താവിനെ അനുഗമിക്കുവാനായിട്ട് തീരുമാനിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അവരുടെ നടുവിൽ ഉണ്ടായിരിക്കുക. കടന്നു വരുന്നവരെല്ലാവരും സ്നാനമേൽക്കുകയും പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെടുകയും ചെയ്യുകയാണ്. ഇതെല്ലാം അവരോട് ദൈവം വാഗ്ദത്തം കൊടുത്തിരുന്ന ദൈവിക അനുഭവങ്ങളുടെ ഭാഗമായി ഇസ്രായേലിൽ, യെരുശലേമിൽ, അല്ലെന്നുണ്ടെങ്കിൽ യഹൂദ ജനത്തിൻ്റെ മധ്യത്തിൽ നടക്കുന്ന ദൈവിക പ്രവർത്തികളാണ്. ഇതൊന്നും മർമ്മമായിരുന്ന ഒരു സ്വർഗീയ പദ്ധതി വെളിപ്പെടുകയല്ല, മറിച്ച് പ്രവാചകന്മാരാൽ യെശയ്യാ പ്രവാചകനും ശമൂവേൽ മുതലായ പ്രവാചകന്മാരാൽ അരുളി ചെയ്തിരുന്ന കാര്യങ്ങളുടെ നിവർത്തീകരണം അവിടെ നടക്കുകയാണ്. യോവേൽ പ്രവാചകനൊക്കെ പറയുന്നത്, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും.
ആ ഒരു പ്രവചനം പ്രവാചകന്മാരിൽ കൂടി അവരെ അറിയിച്ചിരുന്നതിൻ്റെ ഒരു നിവൃത്തീകരണം നടക്കുന്നതായിട്ടും അതിനുശേഷമുള്ള കാലങ്ങളിൽ അല്ലെങ്കിൽ 3, 4, 5, 6 ഈ അധ്യായങ്ങളിലൊക്കെ ദൈവപ്രവൃത്തി ശക്തമായിട്ട് അവരുടെ മധ്യത്തിൽ വെളിപ്പെടുന്നതായിട്ടും അവരിൽ കൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ഒക്കെ നടക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നുവെങ്കിലും ഇസ്രായേൽ ആസ് എ ഹോൾ ഈ ഒരു വിശ്വാസത്തിലേക്ക് വന്നിട്ടില്ല. മഹാപുരോഹിതനാകട്ടെ, പൗരോഹിത വൃന്ദമാകട്ടെ, ശാസ്ത്രിമാരാകട്ടെ, പരീശന്മാരാകട്ടെ, സദൂക്യരാകട്ടെ, ആ സന്നിധിൻ സംഘമാകട്ടെ, ഇസ്രായേൽ ആസ് എ നേഷൻ അവർ ഈ ഒരു വിശ്വാസത്തിലേക്ക് വന്നിട്ടില്ല. അവർ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ തന്നെ പാരലലി 12 അപ്പോസ്തലന്മാരിൽ കൂടി വലിയ ദൈവപ്രവൃത്തി ആ ദേശത്ത് വെളിപ്പെടുകയാണ്. ദൈവം അപ്പോസ്തലന്മാരോട് പറയുകയാണ്, ചെറിയ കൂട്ടമേ നിങ്ങൾ ഭയപ്പെടേണ്ട, സ്വർഗരാജ്യം നിങ്ങൾക്ക് നൽകുവാൻ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 30-ാം വാക്യം വായിച്ചാൽ നിങ്ങൾക്ക് കാണാം, ഈ ലിറ്റിൽ ഫ്ലോക്സ് ചെറിയ കൂട്ടത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ശക്തി പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് യെരുശലേമിലും യഹൂദിയിലും ശമരിയിലും ലോകമെമ്പാടും എൻ്റെ സാക്ഷികളായി തീരുവീൻ എന്ന് പറഞ്ഞതിന് പ്രകാരം ദൈവം അവരുടെ മേൽ അവരുടെ ഇടയിൽ അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 6-ാം അധ്യായത്തിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്കറിയാം, ജനം കൂടിയതിന് ശേഷം യെരുശലേമിലുള്ള യഹൂദന്മാരെ കവിഞ്ഞ് ഗ്രീക്ക് സാമ്രാജ്യത്തിൽ, അതായത് ആ ഒരു ഗ്രീക്ക് സംസ്കാരമായിരുന്നു, ഗ്രീസ് ആയിരുന്നു അതിനു മുൻപ് അവരെ ഭരിച്ചിരുന്നത്. അലക്സാണ്ടർ ദ ഗ്രേറ്റിൻ്റെ കാലം മുതലേ ഒരു ഗ്രീക്ക് സംസ്കാരം, ഒരു എന്താ പറയുക, യവനായ സംസ്കാരം, ആ സ്ഥലങ്ങളിലെല്ലാം കുടിയേറി പാർക്കുന്ന യഹൂദന്മാരും ഇവിടെ വന്നിരിക്കുകയാണ്. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, യവന ഭാഷ സംസാരിക്കുന്ന യഹൂദന്മാരും എബ്രായ ഭാഷ സംസാരിക്കുന്ന യഹൂദന്മാരും ഇടയിൽ ഒരു ചെറിയ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയും അവരുടെ അന്നത്തേക്കുള്ള ശുശ്രൂഷ, അതായത് അവരുടെ വസ്തുവകകളെല്ലാം വിറ്റിട്ട് അവർ അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചിരിക്കുകയാണ്. അങ്ങനെ കർത്താവിൻ്റെ വരവിന് വേണ്ടി അവർ നോക്കി പാർത്തുകൊണ്ടിരിക്കുക. ഏതു സമയത്തും കർത്താവ് മടങ്ങി വരാം. അതിനുവേണ്ടി സകലതും വിറ്റ് കളഞ്ഞ് സകലവും അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ച് അവരെല്ലാവരും അവിടെ കൂടി വന്നിരിക്കുക. അപ്പോൾ അവർക്ക് കൊടുക്കേണ്ടുന്ന ഡെയിലി മിനിസ്ട്രേഷൻ അതിൽ അപ്പോസ്തലന്മാർക്ക് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കാൻ കഴിയാതെ വരികയും അതിനുവേണ്ടി മേശമേൽ ശുശ്രൂഷിക്കുവാൻ വേണ്ടി അവർ ദൈവകൃപയുള്ള പ്രത്യേക പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ട ജ്ഞാനവും പരിജ്ഞാനവും ഒക്കെയുള്ള 7 പുരുഷന്മാരെ അതിനുവേണ്ടി വേർതിരിക്കുക. മേശമേൽ ശുശ്രൂഷിക്കാനായിട്ട് 7 പേരെ വേർതിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതിലൊരാളായിരുന്നു സ്തേഫാനോസ്. ദൈവത്തിൻ്റെ കൃപയും പരിശുദ്ധാത്മാവും നിറഞ്ഞവനായ സ്തേഫാനോസ്. പരിശുദ്ധാത്മാവ് പന്തിരുവരിൽ വ്യാപരിക്കുന്നത് പോലെ തന്നെ ഈ 7 പേരിലും വ്യാപരിക്കുക. അതുകൊണ്ട് തന്നെ സ്തേഫാനോസിലൂടെ ശക്തമായി ദൈവിക ആലോചനയും ദൈവിക അരുളപ്പാടുകളും ഇസ്രായേൽ ജനത്തെ അറിയിക്കുന്ന ഒരു സംഭവം നമുക്ക് 7-ാം അധ്യായം മുഴുവൻ പഠിച്ചു കഴിഞ്ഞാൽ കാണുവാനായിട്ട് കഴിയും. എന്നാൽ ആ അധ്യായത്തിൻ്റെ അവസാന ഭാഗമൊക്കെ ആകുമ്പോഴേക്കും അവർ സ്തേഫാനോസിനെതിരെ തിരിയുകയും സ്തേഫാനോസിനെ എറിഞ്ഞ് കൊല്ലുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇതെല്ലാം പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന അനുഭവങ്ങളാണ്. ആ പരിശുദ്ധാത്മാവിനെതിരെയുള്ള ദൂഷണം അവർ അപ്പോസ്തലപ്രവൃത്തികൾ 2-ാം അധ്യായത്തിലെ ആരംഭിച്ചുവെങ്കിലും അതിന് മുന്നമേ ആരംഭിച്ചുവെങ്കിലും പരിശുദ്ധാത്മാവ് വന്ന ദിവസം മുതലേ അതിനെതിരായിട്ട് ദൂഷണം പറയുവാനായിട്ട് തുടങ്ങി. ആ ശക്തി പ്രാപിച്ച സഭയെ മുടിപ്പിക്കുവാനായിട്ട് തുടങ്ങി. അപ്പോസ്തലന്മാരെ പിടിച്ച് ജയിലിലിടുവാനായിട്ട് തുടങ്ങി. ചില അപ്പോസ്തലന്മാരെ കൊന്നുകളയുവാനായിട്ട് അടുത്ത അധ്യായത്തിലൊക്കെ നമുക്ക് കാണാം. യാക്കോബിനെ കഴുത്ത് വെട്ടി കൊന്നുകളയാണ്. പത്രോസിനെ പല ആവർത്തി പിടിച്ച് ജയിലിലിടുന്നതായിട്ട് നമുക്ക് കാണാം. ഇസ്രായേൽ ആസ് എ ഹോൾ ഈ കാര്യം അംഗീകരിച്ചിട്ടില്ല. എന്നാൽ സ്തേഫാനോസിനെ കൂടി ദൈവം അശക്തമായി സംസാരിക്കുകയും അവരുടെ ആ കുറവുകൾ എന്താണെന്ന് താൻ എടുത്തു പറയുന്ന ഒരു അധ്യായം 7-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തിലേക്ക് സ്തേഫാനോസിനെ കൊന്നുകളയുകയും ഒരു എറിഞ്ഞ് കൊന്നുകളയുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. 8-ാം അധ്യായം വരുമ്പോൾ അത് തുടങ്ങുന്നതിനെ ഇങ്ങനെയാണ്: യെരുശലേമിലെ സഭയ്ക്കൊരു വലിയ ഉപദ്രവം നേരിട്ടു. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സ്തേഫാനോസിനെ എറിഞ്ഞു കൊല്ലുമ്പോൾ അവിടെ ഒരു വലിയ കലാപം, ഒരു വലിയ റയറ്റ് ആരംഭിക്കുവാനായിട്ടിടയായി. അത് മൂലം യെരുശലേമിലെ സഭയെ അവർ ഓടിച്ച് ഇട്ട് ഉപദ്രവിക്കുവാനായിട്ടും പീഡിപ്പിക്കുവാനും തുടങ്ങി. അങ്ങനെ അവർക്ക് നിൽക്കാൻ അവിടെ പറ്റാത്തവണ്ണം അവർ ചിതറിപ്പോകുവാനായിട്ടിടയായി. അവർ യഹൂദിയ ദേശങ്ങൾ മുഴുവൻ, അതായത് യെരുശലേമിൽ നിന്നും ഇസ്രായേൽ മുഴുവൻ ദേശങ്ങൾ, യഹൂദിയ ദേശങ്ങൾ മുഴുവനും, അതിനുശേഷം ശമരിയയിലും അവർ പോകുവാനായിട്ടിടയായി തീർന്നു. ശമരിയ മാത്രമല്ല, യഹൂദിയയിലും ശമരിയയിലും എന്ന് പറയുന്നെങ്കിലും അതിൻ്റെ മേലെ, അതായത് സിറിയ വരെ അവർ പോകുവാനായിട്ടിടയായി എന്ന് നമുക്ക് മനസ്സിലാകുവാനായിട്ടിടയാകും. എങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ 9-ാമത്തെ അധ്യായം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: പൗലോസ് അപ്പോസ്തലൻ അങ്ങ് സിറിയയിൽ ദമസ്കോസിലേക്ക് പോവുകയാണ്. എന്തിനാ പോയെന്നറിയാമോ? ഈ ഓടിപ്പോയ ആൾക്കാർ അങ്ങ് സിറിയ വരെ, ദമസ്കോസിനപ്പുറം വരെ പോയി. ആ ദമസ്കോസിലെ പള്ളികളിലുള്ളവരെ പിടിച്ച് കെട്ടി തിരിച്ച് യെരുശലേമിൽ കൊണ്ടുവരാനായിട്ടാണ് പോകുന്നത്.
ഈ ഓട്ടത്തിൽ അവർ പലായനം ചെയ്ത് പല സ്ഥലങ്ങളിലേക്കും പോകുവാനായിട്ടിടയായി. കാര്യം അവർക്ക് യെരുശലേമിൽ നിൽക്കുവാൻ കഴിയാതെ വണ്ണം അവിടെ ഒരു വലിയ റയട്ട് ആരംഭിച്ചിരിക്കുകയാണ്. 9-ാമത്തെ അധ്യായത്തിൽ മഹാപുരോഹിതന്റെ കയ്യിൽ നിന്നും പ്രത്യേക കത്ത് വാങ്ങി ദമസ്കോസിലേക്ക് പോവുകയാണ്. എന്തിനാണ് ഈ കത്തൊക്കെ വാങ്ങുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെയും അവർ യെരുശലേം ദേവാലയം പോലുള്ള യഹൂദിയ സിനഗോഗുകളിലാണ് പോകുന്നത്. ഇവിടുത്തെ മഹാപുരോഹിതന്റെ കത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ പുരോഹിതന്മാർ അവിടെ നിന്നും അവരെ വിട്ട് അയക്കാനും അവരെ അവിടെ നിന്ന് തിരിച്ച് യെരുശലേമിൽ കൊണ്ടുവരാനും കഴിയും. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അവരവിടെ പ്രത്യേക ആരാധനയൊന്നും അല്ല പോയിരിക്കുന്നത്. അവിടെയും അവർ സിനഗോഗിൽ തന്നെ ആരാധിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടുത്തെ മഹാപുരോഹിതന്റെ കത്തുമായിട്ട് പോകുന്നത്. അവരെ വിട്ടയക്കാനായിട്ട്, അവരെ പിടിച്ചു കെട്ടി വലിച്ചിഴച്ചുകൊണ്ട് തിരിച്ച് യെരുശലേമിലേക്ക് വരുവാനായിട്ട് പോവുക. ഇങ്ങനെ 8-ാമത്തെ അധ്യായം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാം, ഇവർ മുഴുവനും ചിതറിപ്പോകുവാനായിട്ടിടയായി. ഈ 12 അപ്പോസ്തലന്മാർ ഒഴികെ ബാക്കി എല്ലാവരും ചിതറിപ്പോയി. എന്തുകൊണ്ട് അവർ പോകാഞ്ഞത്? അവരോട് യെരുശലേമിൽ പാർക്കുവാനായിട്ടാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. കാര്യം യെരുശലേം ഇല്ലാതെ കർത്താവ് ഒരു പുതിയ കിങ്ഡം സ്ഥാപിക്കുവാനായിട്ട് കഴിയത്തില്ല. കർത്താവിൻ്റെ വരവ് ഏത് സമയവും ആകും എന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവർ യെരുശലേമിൽ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവപ്രവർത്തിക്കായിട്ട് അവർ യെരുശലേമിൽ തന്നെ നിന്നു. എന്നാൽ മറ്റുള്ളവരെല്ലാം ചിതറിപ്പോകുവാനായിട്ടും ഈ മേശമേൽ ശുശ്രൂഷിക്കുവാനായി ഏൽപ്പിച്ചിരുന്നവരും ഒക്കെ ചിതറിപ്പോകുവാനായിട്ട് ഇടയായി. 7-ാം അധ്യായത്തിൽ നമുക്ക് സ്തേഫാനോസിലൂടെ നടക്കുന്ന പ്രവർത്തികൾ കാണാമെങ്കിൽ 8-ാമത്തെ അധ്യായത്തിൽ മേശമേൽ ശുശ്രൂഷിക്കുവാനായി കൽപ്പിച്ചാക്കിയിരുന്ന അടുത്ത ഒരാളായിരുന്നു ഫിലിപ്പോസ്. ഫിലിപ്പോസിലൂടെ ഉള്ള പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെ, ദൈവപ്രവർത്തികളെ വെളിപ്പെടുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇതെല്ലാം നടക്കുന്നത് എവിടാണെന്നറിയാമോ? യഹൂദൻ്റെ ഇടയിലാണ്, ഇസ്രായേൽ ജനതയുടെ ഇടയിലാണ്. അവരുടെ വാഗ്ദത്തവും അവരുടെ വിളിയും തിരഞ്ഞെടുപ്പുമായി ഇവിടെ നിറവേറുന്നത് എന്നുള്ള ഒരു മഹൽ സത്യം നമ്മളിവിടെ നിന്ന് വിസ്മരിക്കരുത്, വിട്ടുപോകരുത്. ഇവിടെ ചിതറിപ്പോയ ജനത്തിനിടയിൽ ഫിലിപ്പോസിലൂടെ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നത് നമുക്ക് കാണുന്നത് കഴിയാം. ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബ്ലെസ്സിങ്സും ഹീലിങ്സും വീര്യപ്രവർത്തികളും അത്ഭുതങ്ങളും സയൻസ് ആൻഡ് വണ്ടേഴ്സ് ആൻഡ് മിറക്കിൾ വർക്ക്സ്, ഈ കാര്യങ്ങളൊക്കെ അവിടെ നിറവേറുകയാണ്. ഇന്നത്തെ ആത്മീക ഗോളം അല്ലെങ്കിൽ ഇന്നത്തെ ഒരു വിശ്വാസി സമൂഹം എന്ന് പറയുന്നവർ ചെയ്യുവാനും പ്രവർത്തിക്കുവാനും ആഗ്രഹിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും അവിടെ വാസ്തവത്തിൽ നടന്നിരുന്നു. കാര്യം അത് അവരുടെ ഉപദേശമാണ്. അവർക്ക് വേണ്ടി ദൈവം കൊടുത്തിരുന്ന പ്രവർത്തനങ്ങളും കൽപ്പനകളും വാഗ്ദത്തങ്ങളുമാണ്. അതെല്ലാം അവിടെ നിറവേറിക്കൊണ്ടിരിക്കുക. എന്നാൽ ആ ഉപദേശം ഇന്ന് നിലവിലില്ല എന്നുള്ളൊരു വാസ്തവമാണ് ക്രിസ്ത്യാനിക്ക് അറിയാതെ പോയിരിക്കുന്നത്. ഹല്ലേലൂയ. അത് മനസ്സിലാക്കുവാനായിട്ട് ദൈവം ഈ അന്ത്യകാലങ്ങളിൽ അനേകരുടെ കണ്ണ് തുറക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം അവരുടെ ഇടയിൽ നടത്തിയിരുന്ന, അവരോട് അറിയിച്ചിരുന്ന ദൈവിക പദ്ധതി അത് തൽക്കാലം ഒരു ഹാൾട്ടിലാണ്. അതല്ല ഈ കാലഘട്ടത്തിലെ പദ്ധതി. എന്നാൽ അത് പുനരാരംഭിക്കും. അവരുടെ മധ്യത്തിൽ ആ പ്രവർത്തനങ്ങളൊക്കെ വീണ്ടും പുനരാരംഭിക്കും. അവിടെ അത്ഭുതങ്ങളും വീര്യപ്രവർത്തികളും ബ്ലെസ്സിങ്സും ഹീലിങ്സും അന്യഭാഷയും പ്രവചനങ്ങളും എല്ലാ കാര്യങ്ങളും തിരികെ വരും. അതെല്ലാം അവരെ യഥാസ്ഥാനപ്പെടുത്തുന്ന കാലഘട്ടത്തിൽ വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും, യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റും. അങ്ങനെ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും. ഈ ഒരു കാലഘട്ടം വരാൻ പോവുക. ആ കാലഘട്ടത്തിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വീണ്ടും അവിടെ റെസ്യൂം ചെയ്യും, പുനരാരംഭിക്കും. എന്നാൽ ഞാനും നിങ്ങളുമായിരിക്കുന്ന ഈ ഒരു കാലഘട്ടം ഇത് കൃപായുഗമാണ്. ഇത് ഡിസ്പെൻസേഷൻ ഓഫ് ദ ഗ്രേസ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന ഒരു കാലഘട്ടമാണ്. ഇവിടെ അതിന് മുമ്പുണ്ടായിരുന്ന ഉപദേശം അല്ല ഇവിടെ വാലിഡ് ആയിരിക്കുന്നത്. ഈ ഒരു ഡിമാർക്കേഷൻ ഇന്ന് ജനത്തിന് മനസ്സിലായിട്ടില്ല. ഇന്ന് ക്രിസ്ത്യാനിക്ക് ഇത് അറിയാൻ വയ്യാത്തത് കാരണം ഒരു വലിയ വമ്പൻ കൺഫ്യൂഷനിൽ ജനമായിരിക്കുക. ഹല്ലേലൂയ. നിങ്ങൾക്കത് ഇതിനോടകം മനസ്സിലാകുന്ന ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ ശരിക്കും എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സത്യം നമ്മൾ അറിയാതെ ഒരു വലിയ ഒരു തന്ത്രത്തിൽ നമ്മൾ അകപ്പെട്ടിരിക്കുക. ഇതാണ് ഞങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ ദ ഗേറ്റ് മിനിസ്ട്രീസിലൂടെ കൃപയുടെ സന്ദേശത്തിൽ കൂടെ നമ്മളൊന്ന് അറിയിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. ഇവിടെ യഹൂദൻ വീണു പോയതിനാൽ യഹൂദ വിശ്വാസികളെയും യഹൂദ മതാനുസാരികളെയും ഒക്കെ ദൈവം കൈവിട്ടിട്ട്, അല്ലെങ്കിൽ ആ യഹൂദിയ പദ്ധതി ദൈവം കൈവിട്ടിട്ട് സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ എന്നൊരു സ്വർഗീയ പദ്ധതി ആരംഭിച്ചിരിക്കുക. ഇവിടെ യഹൂദ വിശ്വാസികൾക്കോ അല്ലെങ്കിൽ യഹൂദ മതാനുസാരിക്കോ ഒന്നും മാത്രമല്ല രക്ഷ. ഇന്ന് സകല മാനവരാശിക്കും, ഉലകത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ള സകല മനുഷ്യർക്കും രക്ഷിക്കപ്പെടാവുന്ന ഒരു സ്വർഗീയ പദ്ധതി ആരംഭിച്ചിരിക്കുന്ന ഒരു കരുണ കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. ഇവിടുത്തെ ഉപദേശം കർത്താവിൻ്റെ ക്രൂശും കൃപയാലുള്ള രക്ഷയുമാണ്.
ഹല്ലേലൂയ. അതിന് ഒരു പുതിയ അപ്പോസ്തലനെ ദൈവം സ്വർഗത്തിൽ നിന്ന് കൽപ്പിച്ചാക്കിയിരിക്കുക. അതാ പൗലോസ് അപ്പോസ്തലൻ തന്നിൽ കൂടെ അറിയിച്ചിരിക്കുന്ന സുവിശേഷം. അതാണ് ക്രൈസ്റ്റ് ഡൈഡ് ഫോർ അവർ സിൻസ്. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നുള്ള സുവിശേഷം. അത് കൃപയാൽ വിശ്വാസം മൂലം രക്ഷിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് റാപ്ചറാണ്. സഭയെ ചേർപ്പാൻ കർത്താവ് വാനമേഘങ്ങളോളം വരുമെന്നുള്ളതാണ് നമ്മുടെ പ്രത്യാശ. നമ്മുടെ വാഗ്ദത്തം എന്ന് പറയുന്നത് നാം നിത്യം സ്വർഗത്തിൽ കൃപയുടെ അത്യന്ത ധനത്തെ അനുദിനം അനുഭവിച്ച് നാം സ്വർഗത്തിൽ ദൈവത്തോടൊപ്പം നിത്യം വാഴും. ഇതാ നമ്മുടെ വാഗ്ദത്തം. ഇതല്ല യഹൂദിയ വിശ്വാസം. ഈ ഒരു വ്യത്യാസം എന്ന് ക്രിസ്ത്യാനിക്ക് മനസ്സിലാകുമോ, എത്ര ക്രിസ്ത്യാനിക്ക് മനസ്സിലാകുമോ അവർ രക്ഷിക്കപ്പെട്ട് ദൈവസഭയോട് ചേരുവാനായിട്ട് ഇടയായിത്തീരും. ശാന്തമായിട്ട് മനസ്സിലാക്കുക. ആരെയും ജയിക്കുവാനോ തോക്കുവാനോ അല്ല. നമ്മുടെ കാലം, ഈ ലോകത്തിലെ നമ്മുടെ ജീവിതം വളരെ പരിമിതമാണ്. നഷ്ടപ്പെട്ടു പോയതിനു ശേഷം നമ്മളെ കറക്റ്റ് ചെയ്യുവാൻ നമുക്ക് കഴിയത്തില്ല. അതുകൊണ്ട് ഈ സന്ദേശം കേൾക്കുമ്പോൾ ദൈവവചനം അങ്ങനെ തന്നെയോ എന്ന് ബെരോവക്കാരെ പോലെ തിരുവചനം പഠിക്കുവാനും ശ്രദ്ധിക്കുവാനും വിനീതമായിട്ട് ഇതിൽ കൂടെ ഞാൻ ഓർപ്പിക്കുകയാണ്. നമുക്കിത് മനസ്സിലാകാതെ പോയിരിക്കുന്നതിൻ്റെ കാരണം ഈ പോയിസൺ അല്ലെങ്കിൽ ഈ വിഷം ജിലേബിക്കുള്ളിൽ പൊതിഞ്ഞാണ് സാത്താൻ ഇന്ന് ഈ ലോകത്തിൽ വിതറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജിലേബി നമുക്കിതിനകത്തിൽ പൊതിഞ്ഞിരിക്കുന്ന കാരണം ഈ വിഷം നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. ഒരു ഭയങ്കര ഡിമാർക്കേഷൻ ഇവിടെ നടന്നിരിക്കുക. യഹൂദിയ വിശ്വാസം കഴിഞ്ഞതിന് ശേഷം ദൈവം അവരെ കൈവിട്ടിരിക്കുന്നുണ്ട്. ഇന്ന് യഹൂദന്മാരിൽ 0.5% യഹൂദൻ പോലും ഈ വിശ്വാസത്തിൽ ഇല്ല. വളരെ സിമ്പിൾ. നമ്മുടെ കണ്ണിന് മുമ്പിൽ ഇത്ര ക്ലിയറായിട്ട് പകൽ സൂര്യൻ ഉദിച്ച് നിൽക്കുന്ന മാതിരി നിൽക്കുന്ന ഒരു സത്യമായത്. ദൈവം വിളിച്ച് വേർതിരിച്ച ദൈവജനം 0.5% പോലും ഇന്ന് ഈ വിശ്വാസത്തിൽ ഇല്ല എന്ന് നിങ്ങൾക്ക് പറയുമ്പോൾ എന്താണ് ദൈവവിളി? അവരെ കൈവിട്ടു എന്നുള്ളതിൻ്റെ ആ ഒരു പരമസത്യം പകൽ വെളിച്ചം പോലെ വ്യക്തമല്ലേ? എന്നിരുന്നാലും ഈ ജിലേബിക്കകത്തിൽ പൊതിഞ്ഞ സാത്താൻ ഈ വിഷം തന്നിരിക്കുന്നതിനാൽ നമ്മുടെ ജനത്തിന്, ക്രിസ്ത്യാനിക്ക് ഇന്ന് നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും എന്താണെന്ന് മനസ്സിലാകാതെ പോയിരിക്കുന്നു. നമ്മുടെ രക്ഷയെന്ന് എഫേസ്യ ലേഖനം 2:7-8 വാക്യങ്ങളാണ്. കൃപയാൽ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടിരിക്കുക. അതിന് ഒരു പ്രവൃത്തികളും കാരണമല്ല. ഹല്ലേലൂയ. ഒരു മനുഷ്യനും ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രശംസിക്കാതിരിപ്പാൻ ഒരു പ്രവൃത്തിയും അതിന് കാരണമല്ല. ആ ഒരു കാലഘട്ടമല്ല നാം ഈ ജീവിക്കുന്ന ഈ ഒരു പ്രത്യേക ഒരു ടൈം പീരീഡ്. ഇതൊരു പ്രത്യേക ഒരു പാരൻറ്ററ്റിക്കൽ പ്രോഗ്രാമാണ്. ഇതൊരു മറഞ്ഞിരുന്നിട്ട് ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്ന ഒരു സ്വർഗീയ മർമ്മമാണ്. കൊലോസ്യ ലേഖനം 1:26 പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞിരുന്നിട്ട് ഇപ്പോൾ തൻ്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്ന ഒരു സ്വർഗീയ മർമ്മമായി ഈ കാലഘട്ടം. ഇത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് പറയുന്നൊരു പ്രത്യേക കാലഘട്ടമാണ്. ഇവിടുത്തെ ഉപദേശം യഹൂദിയ വിശ്വാസമല്ല. യഹൂദന് കൊടുത്തിരുന്ന വിശ്വാസം തെറ്റാണെന്നല്ല അതിൻ്റെ അർത്ഥം. അത് പരമാർത്ഥമാണ്. പക്ഷെ അത് അവർക്ക് കൊടുത്തിരുന്നതാണ്. ഈ കാലഘട്ടത്തിലെ ഉപദേശം നമ്മുടെ ഉപദേശമാണ്. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. ദൈവത്തിൻ്റെ മനുഷ്യപ്രീതി തുറന്നപ്പോൾ നമ്മെ രക്ഷിക്കുവാനുള്ള ദൈവത്തിൻ്റെ ആ മനുഷ്യപ്രീതി ഉദിച്ചപ്പോൾ നാം ചെയ്ത നീതി പ്രവർത്തികളാൽ അല്ല, കർത്താവിൻ്റെ കരുണ നിമിത്തം അത്രേ നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നതെന്ന് തീത്തോസ് 3:4-5 പറയുക. ഹല്ലേലൂയ. ഇവിടെ എല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് നാം സത്യത്തിൽ നിന്നും മാറിപ്പോയിരിക്കുന്നു. വിശ്വാസം കൂടാതെ ഒരു കാലത്തും ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് കഴിയത്തില്ല. പഴയ കാലഘട്ടങ്ങളിൽ പ്രവൃത്തിയിൽ കൂടി മാത്രമല്ല രക്ഷ, വിശ്വാസം അന്നും നിർബന്ധമാണ്. കായിൻ്റെ യാഗത്തെക്കാൾ ഹാബേലിൻ്റെ യാഗം ദൈവത്തിന് പ്രസാദമായത് ആ വിശ്വാസത്താലാണ്. ഹാബേൽ ആ കായിനേക്കാൾ ഗുണകരമായ, ആ കായിനേക്കാൾ മനോഹരമായ യാഗം ദൈവത്തിന് മുമ്പിൽ അർപ്പിക്കുന്നത്. ഹാനോക്ക് വിശ്വാസത്താലാണ് ദൈവത്തോടൊപ്പം നടക്കുന്നത്, മരണം കാണാതെ എടുക്കപ്പെടുന്നത്. നോഹ വിശ്വാസത്താൽ പെട്ടകം പണിയുകയാണ്. അവരുടെ വിശ്വാസത്തെ പ്രവൃത്തിയാൽ തെളിയിക്കണം. അന്ന് ഈ ആദാമ്യ പാപത്തിൻ്റെ പരിഹാരമായിരുന്ന ആ കാൽവറി ക്രൂശിലൂടെയുള്ള മറുവില യാഗമോ നടന്നിട്ടില്ല. അതിന് നിദാനമായി ദൈവം കൊടുത്തിരിക്കുന്ന ദൈവിക ഉപദേശങ്ങളുണ്ട്. അത് വിശ്വസിക്കുന്നുവെന്ന് തെളിയിക്കുവാൻ പ്രവൃത്തിയിൽ കൂടി അവർ തെളിയിക്കണം. നോഹ വിശ്വാസത്താൽ പെട്ടകം പണിതു. അബ്രഹാം വിശ്വാസത്താൽ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെട്ടു പോയി. അബ്രഹാം വിശ്വാസത്താൽ ഇസഹാക്കിനെ യാഗം കഴിപ്പിക്കുവാനായിട്ട് തയ്യാറായി സമർപ്പിച്ചു. മോശെ വിശ്വാസത്താൽ മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കുന്നത്
ിനേക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്നെണ്ണി. ഇതെല്ലാം അവരുടെ പ്രവൃത്തി വിശ്വാസത്താൽ തെളിയിക്കണം. ഈ കാലഘട്ടങ്ങളിൽ പഴയ നിയമത്തിലും നല്ല പുതിയ നിയമത്തിലും ഈ കാലഘട്ടത്തിലും വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ല. എന്നാൽ ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ എബ്രായ ലേഖനം 11-ാം അധ്യായം വായിച്ചു കഴിഞ്ഞാൽ ഈ വിശ്വാസ വീരന്മാരുടെ പട്ടിക പറഞ്ഞിട്ട് ഇത് പറഞ്ഞ് തെളിയിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മുടെ പ്രവൃത്തിയിൽ കൂടി അവരുടെ വിശ്വാസത്തെ തെളിയിക്കണം. ഇനിയും അവരെ യഥാസ്ഥാനപ്പെടുത്തുന്ന കാലത്തും അതുതന്നെയാണ് നിയമം. അതുകൊണ്ടാണ് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്, വിശ്വാസം കൂടാതെ പ്രവൃത്തി, വിശ്വാസം ഇല്ലാത്ത പ്രവൃത്തി നിർജീവം അത്രേ. നിങ്ങളുടെ പ്രവൃത്തി ഇല്ലാത്ത വിശ്വാസം നിർജീവം അത്രേ. അതായത് നിങ്ങളുടെ വിശ്വാസം പ്രവൃത്തിയിൽ കൂടെ നിങ്ങൾ തെളിയിക്കണം. ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാൽ ഈ ഒരു കാലഘട്ടത്തിൽ ഒരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൃപയാൽ വിശ്വാസം മൂലം മാത്രമാണ് നമുക്ക് രക്ഷ. ഇവിടെ ഒരു പ്രവൃത്തിയുടെയും ആവശ്യമില്ല. പ്രവൃത്തിയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് എങ്ങനെയും ജീവിക്കാമെന്നല്ല. തീർച്ചയായിട്ടും നാം വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. നാം ചെയ്യുന്ന പ്രവൃത്തികൾ നാം ദൈവത്തിൻ്റെ മക്കളായി കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ആ രക്ഷയുടെ ഒരു അനുഭവമാണ് നമ്മളിൽ നിന്ന് വരുന്ന പ്രവൃത്തികൾ. തീർച്ചയായിട്ടും നാം സൽപ്രവൃത്തികൾക്കായിട്ട് നിയമിക്കപ്പെട്ടവരാണ്. അത് ഈ രക്ഷാ പദ്ധതിയുടെ ഒരു റിസൾട്ടായിട്ട് വരുന്നതാണ്. നാം രക്ഷിക്കപ്പെട്ടതിൻ്റെ റിസൾട്ടാണ് നമ്മിൽ നിന്ന് വരുന്ന രക്ഷാ പദ്ധതികളും സൽപ്രവൃത്തികളുമൊക്കെ. അല്ലാതെ സൽപ്രവൃത്തികൾ ചെയ്ത് രക്ഷിക്കപ്പെടുകയല്ല. നാം രക്ഷിക്കപ്പെട്ടത് കൊണ്ട് നാം സൽപ്രവൃത്തികൾ ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടുത്തെ എൻ്റെ വിഷയം ഒരല്പം സുദീർഘമായിട്ട് പോകും. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വിഷയം ഒന്ന് പറഞ്ഞു തീർക്കണമെന്നുണ്ടെങ്കിൽ ഇതിന് 2 തലമുണ്ട്. കർത്താവിൻ്റെ ക്രൂശീകരണമാണ് ഷണ്ണൻ ഇവിടെ ഫിലിപ്പോസിനോട് ചോദിക്കുന്ന വിഷയം. ഈ ക്രൂശീകരണത്തിന് 2 പർപ്പസ് ഉണ്ട്. ഒരു യഹൂദീയ പദ്ധതിയുണ്ട്, ഒരു ക്രിസ്തീയ പദ്ധതിയുണ്ട്, അല്ലെങ്കിൽ ഒരു വാഗ്ദത്ത പദ്ധതിയുണ്ട്, ഒരു മറഞ്ഞിരുന്ന പദ്ധതിയുണ്ട്. ഇത് മനസ്സിലായി കഴിയുമ്പോൾ ഫിലിപ്പോസ് എന്താണ് ഷണ്ണനോട് പറഞ്ഞതെന്നും ഷണ്ണൻ എന്തുകൊണ്ടാണ് സ്നാനപ്പെടാൻ പറഞ്ഞതെന്നും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഒരാഴ്ച കൊണ്ട് ഒരു പ്രശ്നമുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തീർക്കാൻ കഴിയത്തില്ലെങ്കിൽ അടുത്ത ആഴ്ച കൊണ്ട് ഞാൻ ഈ വിഷയം പൂർണ്ണമായിട്ട് പറഞ്ഞു തീർക്കുവാനായിട്ടും അതിനുശേഷം കൊർന്നലിയോസിൻ്റെ വിഷയത്തിലേക്ക് നമ്മൾ കടക്കുകയും ചെയ്യും. ഇവിടെ എല്ലാം ആത്യന്തികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നൊരു വിഷയം, യഹൂദീയ പദ്ധതിയും ക്രിസ്തീയ പദ്ധതിയും തമ്മിൽ കൂട്ടിച്ചേർക്കരുത്. ഇത് രണ്ടും 2 വിളിയാണ്, 2 തിരഞ്ഞെടുപ്പാണ്, 2 സ്വർഗീയ പദ്ധതികളാണ്. ഇന്ന് ക്രിസ്ത്യാനി വിശ്വസിച്ചിരിക്കുന്നത് ഏദൻ തോട്ടത്തിൽ നിന്ന് ഒരു ട്രെയിൻ പുറപ്പെട്ടു, അത് സ്വർഗത്തിലേക്ക് പോകുന്ന ട്രെയിനാണ്. അതിൽ കയറുന്ന ആൾക്കാർ ചില കാലഘട്ടങ്ങളിൽ യഹൂദന്മാർ അത് ഏദൻ തോട്ടത്തിൽ നിന്നേ പുറപ്പെട്ടു. ആദ്യ കാലങ്ങളിൽ എല്ലാവർക്കും അതിൽ കയറുവാനായിട്ട്, വിശുദ്ധന്മാരായിട്ടുള്ളവർക്ക് അതിൽ കയറുവാനായിട്ട് കഴിയുമായിരുന്നു. പിന്നെ അബ്രഹാമിൽ കൂടെ ഒരു ജാതിയെ വിളിച്ചു, യഹൂദിയ ജനത്തിന് വേണ്ടി അത് കൊടുത്തിരുന്നു. ഇന്ന് നമുക്കെല്ലാവർക്കും അതിൽ കയറാനുള്ള ഒരു അനുവാദമുണ്ട്. ആ ട്രെയിൻ തന്നെ അങ്ങനെ സ്വർഗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നൊരു വിശ്വാസമാണ് ഇന്ന് ക്രിസ്തീയ ഗോളം പൊതുവെ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്നാൽ അങ്ങനെ അല്ല കാര്യം. ഇനിയുമെങ്കിലും നിങ്ങളൊന്ന് ഈ വിഷയത്തിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കുവാൻ ഒരു ആഗ്രഹത്തോടെ ഈ വിഷയത്തെ ശ്രദ്ധിക്കണം. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ നിത്യതയാണ് നഷ്ടമായി പോകുന്നത്. അതൊരു റിവേഴ്സിബിൾ അല്ല, നിങ്ങൾക്ക് പിന്നെ തിരിച്ചു വരാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് ഇപ്പോൾ ഈ വചനം ഇങ്ങനെ തന്നെ ഒന്ന് ബെരോവക്കാരെ പോലെ തിരുവചനത്തിൽ പഠിക്കുവാനും ശ്രദ്ധിക്കുവാനും ഞാൻ വിനീതമായിട്ട് ഓർപ്പിക്കുക. ഇത് 2 പദ്ധതികളാണ്. ആകാശവും ഭൂമിയും പോലെ ഇത് 2 പദ്ധതികളും സ്വർഗത്തെയും ഭൂമിയെയും വീണ്ടെടുക്കുന്ന 2 സ്വർഗീയ പദ്ധതികളാണ്. ഉൽപ്പത്തി 1:1 പറയുന്ന അതേ കാര്യം തന്നെയാണ് വെളിപ്പാട് 21:1 പറയുന്നത്. ആൻഡ് ഐ ഹാവ് സീൻ എ ന്യൂ ഹെവൻ ആൻഡ് എ ന്യൂ എർത്ത്. ഈ ഭൂമിയെയും ആകാശത്തെയും സ്വർഗത്തെയും മുഴുവനും നശിപ്പിച്ചതിന് ശേഷം പുതിയൊരു ആകാശവും പുതിയൊരു ഭൂമിയും, അതായത് പുതിയ സ്വർഗവും പുതിയ ഭൂമിയും, ഈ 2 പദ്ധതികൾ നിത്യതയിലും 2 പദ്ധതിയായിട്ട് തന്നെ തുടരും. ഒന്ന് ക്രിസ്തീയ പദ്ധതിയും ഒന്ന് യഹൂദീയ പദ്ധതിയുമാണ്. മനസ്സിലാക്കുന്നവർക്കായിട്ടും അത് ഉൾക്കൊള്ളുവാൻ ആത്മീക പക്വതയുള്ളവർക്കായിട്ടും ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് യഹൂദൻ പരിണമിച്ച് ക്രിസ്ത്യാനിയായിട്ട് മാറി എന്ന് നാം വിശ്വസിച്ചിരിക്കുകയാണ്. ഒരു പക്ഷേ എന്നുണ്ടെങ്കിൽ നമ്മളതിനെ പരസ്യമായിട്ട് സമ്മതിക്കുന്നില്ല എങ്കിലും A to Z കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് ആ ഒരു ക്രമത്തിലാണ്. യഹൂദൻ എന്ത് ചെയ്തു, അവരുടെ കൽപ്പന ചില സ്പെസിഫിക് കാര്യങ്ങൾ, അതായത് യാഗം, പരിച്ഛേദന, പെരുന്നാൾ അങ്ങനെയുള്ള ചില സംഗതികൾ മാത്രം വിട്ട് കളഞ്ഞിട്ടുണ്ട്. അതായത് ഒരു ഡിവിഷൻ എവിടെയോ ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്നുണ്ടെങ്കിൽ എന്തിനാ ഡിവിഷൻ ചെയ്തു എന്നുള്ളതിൻ്റെ ഒന്നും വലിയ ക്ലാരിറ്റി ഇല്ല. ഒത്തിരി കാര്യങ്ങൾ അതിൽ തന്നെ ഇന്നും അകപ്പെട്ട് നാം നിൽക്കുകയാണ്. ഇവിടെ നമുക്ക് മടങ്ങി വരാം. എത്യോപ്യക്കാരൻ ഷണ്ണനാണല്ലോ നമ്മുടെ വിഷയം. നമുക്കതിലേക്ക് വരാം. 12 വരെ ജാതികളിൽ സുവിശേഷം അറിയിച്ചതിൻ്റെ റിസൾട്ടാണ്
അപ്പോസ്തല പ്രവൃത്തികൾ 8 ഈ ഷണ്ണൻ്റെ സ്നാനമെന്നും 10 കൊർന്നല്യോസിൻ്റെ സ്നാനമെന്നും ഒക്കെ നമ്മിലുള്ള പല ക്രിസ്ത്യാനികളും ആഴമായിട്ട് വിശ്വസിച്ചിരിക്കുന്നു. ഞാനതിനെ അല്പം കൂടെ ഒന്ന് വിശദീകരിക്കാം. ഇവിടെ പറയുന്ന ഈ ഷണ്ണൻ എത്യോപ്യക്കാരനാണ്. ഇദ്ദേഹം ഒന്നുകിൽ യഹൂദനാണ്, അല്ല എങ്കിൽ കുറഞ്ഞ പക്ഷം ഒരു യഹൂദ മതാനുസാരിയാണ് എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കൊരു പക്ഷെങ്കിൽ ആശ്ചര്യം തോന്നിയേക്കാം. എന്താണ് ഈ വിജാതീയനായ എത്യോപ്യക്കാരൻ കറമ്പൻ ഷണ്ണൻ, അദ്ദേഹത്തെ എങ്ങനെയാണ് ഇദ്ദേഹം യഹൂദനാണ് അല്ലെങ്കിൽ യഹൂദ മതാനുസാരിയാണ് എന്നൊക്കെ പറയുന്നത് എന്നൊരു പക്ഷെങ്കിൽ നിങ്ങൾക്ക് തോന്നിയേക്കാം. ഇവിടെ ഞാനൊരു കാര്യം നിങ്ങളെ ഓർപ്പിക്കാം. ഇദ്ദേഹം വന്നിരിക്കുന്നത് യെരുശലേം ദേവാലയത്തിൽ തൊഴാൻ വന്നിരിക്കുക. സാധാരണ യഹൂദന്മാരാണ് യെരുശലേം ദേവാലയത്തിൽ തൊഴാൻ വരുന്നത്, അല്ലെങ്കിൽ യഹൂദ മതം സ്വീകരിച്ചിരിക്കുന്ന ജൂയിഷ് പ്രോസ്ലൈറ്റ്സ് ആണ്, യഹൂദ മതാനുസാരികളാണ്. വേറെ ആരും യെരുശലേം ദേവാലയത്തിൽ തൊഴാനായിട്ട് വരത്തില്ല. ഇദ്ദേഹം എത്യോപ്യയിൽ നിന്നും തേരിൽ കൂടെ വന്നുകൊണ്ടിരിക്കുക. പല ദിവസങ്ങളെ വഴിദൂരമുള്ള യാത്രയാണ് ഈ വരുന്നത്. യെരുശലേം ദേവാലയത്തിൽ തൊഴാനായിട്ട് വന്നിരിക്കുക. അവിടെ താൻ തേരിലിരുന്ന് വായിക്കുന്നത് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകമാണ്. ഒരു ജാതീയനോ അല്ലെന്നുണ്ടെങ്കിൽ ഈ യഹൂദിയ മതാനുസാരിയായിട്ടല്ലാത്ത ഒരു മനുഷ്യനോ ചെയ്യുന്ന കാര്യങ്ങളല്ല ഇതൊന്നും. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം യെരുശലേം ദേവാലയത്തിലുണ്ട്, ചുരുളുകൾ വെച്ചിട്ടുണ്ട്. കർത്താവായ യേശു ക്രിസ്തു തന്നെ യെരുശലേം ദേവാലയത്തിൽ ആ ചുരുളുകൾ നൂർത്ത് വായിക്കുന്നത് ഒരു വലിയ സംഭവമാണ്. ദൈവം ആ ചുരുളുകൾ, കർത്താവായ യേശു ക്രിസ്തു ആ ചുരുളുകൾ നൂർത്ത് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം വായിക്കുന്ന ഒരു ഭാഗം നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ പുസ്തകം അത്ര സുലഭമല്ല. ഇന്ന് ബൈബിൾ അവൈലബിൾ ആയിരിക്കുന്നത് പോലെ കയ്യിൽ അന്ന് ബൈബിൾ അവൈലബിൾ അല്ല, പ്രത്യേകിച്ച് പ്രവാചക പുസ്തകങ്ങൾ. ആ പുസ്തകം ഈ ഷണ്ണൻ്റെ കയ്യിലുണ്ട്. അദ്ദേഹം അതുമായിട്ട് വരികയും തേരിലിരുന്ന് അത് വായിച്ചു പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമായി പറയുന്നത്. ഇതുകൊണ്ട് തന്നെ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം, ഇദ്ദേഹം ഒന്നുകിൽ യഹൂദനാണ് അല്ലെങ്കിൽ യഹൂദ മതാനുസാരിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ വന്നിരിക്കുന്നത്. ഇദ്ദേഹം ഒരു വിജാതീയനല്ല, ഒന്നും അറിയാത്ത ഒരു ജാതീയനല്ല. ഇനി വേറൊരു കാര്യം കൂടെ നിങ്ങളുടെ അറിവിന് വേണ്ടിയിട്ട് പറയാം. നിങ്ങൾ ഇൻ്റർനെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കാണുവാനായിട്ട് കഴിയും, ബീറ്റ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അതായത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, സെഞ്ചുറീസിന് മുൻപേ, പതിറ്റാണ്ടുകൾക്ക് മുമ്പേ അവർ ഇസ്രായേലിൽ നിന്നും എത്യോപ്യയിലേക്ക് കുടിയേറി പാർത്തിരിക്കുന്ന ഒരു വലിയ ഗ്രൂപ്പാണ്. അവരെ എത്യോപ്യക്കാരെയാണ് കൂശ്യ വംശം അല്ലെങ്കിൽ കൂശ്യർ എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, മോശയുടെ ഭാര്യ കൂശ്യ സ്ത്രീ ആയിരുന്നു. കൂശ്യരിൽ നിന്നും അവിടെ നിന്നും കുടിയേറി എത്യോപ്യയിൽ പാർക്കുന്ന ഒരു വലിയ കൂട്ടം യഹൂദന്മാരുണ്ട്. അവരവിടെ സഹസ്രാബ്ദങ്ങളായിട്ട് അവിടെ താമസിക്കുന്നത് കാരണം അവിടുത്തെ കൾച്ചറിൽ, അവിടുത്തെ ആൾക്കാരിൽ പോലെ ആയിരിക്കുന്ന ഒരു വലിയ യഹൂദിയ ഗ്രൂപ്പുണ്ട്. എന്നാലും അവരുടെ വേരും അവരുടെ വിശ്വാസവും യെരുശലേമിലും യഹൂദിയയിലുമായത് കാരണം അവർ യെരുശലേം ദേവാലയത്തിലേക്ക് വരികയും ആ വിശ്വാസത്തിൽ അവർ തുടർന്നു പോവുകയും ചെയ്യുന്നവരുണ്ട്. അതുപോലെ തന്നെ അതിനുശേഷം ദാൻ വംശജർ, മോശയുടെ നേതൃത്വത്തിൽ അവർ തിരിച്ച് കനാൻ ദേശത്ത് എത്തിക്കഴിഞ്ഞ് അവർക്ക് 12 ഗോത്രത്തിനും സ്ഥലം വീതിച്ചു കൊടുക്കുമ്പോഴും ദാൻ വംശജർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, ആ ദാൻ ഗോത്രക്കാർ അവസാനം പോയി സെറ്റിലാകുന്നത് ഈ എത്യോപ്യയിലാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഈ വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിലൊക്കെ 12 ഗോത്രങ്ങളിൽ നിന്നും 12,000 പേരെ ദൈവം വിളിച്ച് ആ ഒരു വലിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി 1,44,000 പേരെ വേർതിരിക്കുമ്പോൾ ഈ ദാൻ ഗോത്രത്തെ നിങ്ങൾക്ക് അവിടെ കാണത്തില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അവിടെ നിന്നും ദൈവത്തിൽ നിന്നും അകന്നുപോയൊരു വലിയ ഗ്രൂപ്പാണ്. അങ്ങനെ അവർ എത്യോപ്യയിൽ സെറ്റിലായിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. ഞാൻ ചില പടങ്ങൾ നിങ്ങളെ കാണിക്കാം. ഈ പടങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കറിയാം, അവരെയൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇതൊരു യഹൂദിയ ഗ്രൂപ്പ്, വർഷങ്ങളായിട്ട് സഹസ്രാബ്ദങ്ങളായിട്ട് എത്യോപ്യയിൽ സെറ്റിലായിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ്, സെഞ്ചുറീസ് ആയിട്ട്. ഈ കഴിഞ്ഞ കാലത്ത് ഇസ്രായേൽ അവരുടെ രാജ്യത്തേക്ക് തിരിച്ചു പോരുന്നപ്പോൾ 10,000-കണക്കിന് ആൾക്കാർ ഈ എത്യോപ്യയിൽ നിന്നും തിരിച്ച് ഇവിടെ വരികയും അവരുടെ സിറ്റിസൺഷിപ്പ് ക്ലെയിം ചെയ്യുകയും അങ്ങനെ അവർ ഇന്ന് ഇസ്രായേലിലായിരിക്കുന്ന ഒരു വലിയ ഗ്രൂപ്പാണ്. ഇവരിൽ ഒരാളാണ് ഈ എത്യോപ്യക്കാരൻ ഷണ്ണൻ. ഇദ്ദേഹം ഈ ദേശത്തുകൂടെ ഗാസയ്ക്കുള്ള നിർജ്ജനമായ പ്രദേശത്തുകൂടി യെരുശലേം ദേവാലയത്തിലേക്ക് വരുന്ന ഒരു കാര്യമായി ഇവിടെ ഈ പറയുന്നത്. അദ്ദേഹത്തിനും ഈ വാഗ്ദത്തം വളരെ വളരെ ആപ്ലിക്കബിളാണ്. ഇത് യഹൂദന്മാരോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. ആ വിശ്വാസത്തിലുള്ളൊരു ഷണ്ണനാണ് ഈ യെരുശലേം ദേവാലയത്തിലേക്ക് വന്നിരിക്കുന്നത്. ഞാൻ എന്തെങ്കിലും ഒരു കഥ പറഞ്ഞ് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുവാനായിട്ട്, ഇതെല്ലാം ഫാക്ട്സ് ആണ്. ഇതെല്ലാം ബൈബിളിലും ചരിത്രത്തിലുമുള്ള ഫാക്ട്സ് ആണ്. ഇവിടെയാണ് ഈ യഹൂദനായിരിക്കുന്ന ഈ എത്യോപ്യക്കാരൻ ഷണ്ണൻ യെരുശലേമിലെത്തുന്നത്. ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം. 8-ാം അധ്യായത്തിൻ്റെ 29 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് വായിക്കാം.
അവിടെ പറയുകയാണ്, ആത്മാവ് ഫിലിപ്പോസിനോട് നീ അടുത്ത് ചെന്ന് തേരിനോട് ചേർന്ന് നടക്കുക. ഇദ്ദേഹം തേരിലിരിക്കുകയാണ്. തേരിൽ ഇദ്ദേഹം കന്ദക്ക എന്ന രാജ്ഞിയുടെ ഭണ്ഡാര വിചാരകന, ചെറിയ ആളല്ല. അന്ന് എത്യോപ്യയിലെ രാജ്ഞിയാണ് കന്ദക്ക എന്ന് പറയുന്നത്. ആ രാജ്ഞിയുടെ ഫൈനാൻസ് മിനിസ്റ്ററാണ്, ഭണ്ഡാര വിചാരകനാണ്. അദ്ദേഹത്തിന് തേരിലിരിക്കുമ്പോൾ തേരിനോട് ചേർന്ന് നടക്കുക എന്ന് ആത്മാവ് ഫിലിപ്പോസിനോട് നീ അടുത്ത് ചെന്ന് തേരിനോട് ചേർന്ന് നടക്കുക എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് ഓടി ചെല്ലുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുന്നത് കേട്ട് നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ എന്ന് ചോദിച്ചതിന്, ഒരുത്തൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കും എന്നവൻ പറഞ്ഞു. ഫിലിപ്പോസ് കയറി തന്നോടുകൂടെ ഇരിക്കണം എന്ന് അപേക്ഷിച്ചു. ഈ ഷണ്ണൻ ഇവിടെ വായിക്കുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകമാണ്. അത് വായിച്ചിട്ട് ഷണ്ണന് ഒരു കാര്യവും മനസ്സിലാകുന്നില്ല. ആരെക്കുറിച്ചാണ് പ്രവാചകൻ ഈ പറയുന്നത്? യേശു ക്രിസ്തുവിനെ കുറിച്ചാണോ അതോ വേറെ ആരെങ്കിലും കുറിച്ചാണോ തന്നെക്കുറിച്ച് തന്നെയാണോ എന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണമെന്ന് പറയുകയാണ്. അതിന് അടുത്ത വാക്യം 32 മുതൽ 34 വരെ, ഇതാണ് ഇതിൻ്റെ കീ വേഴ്സസ് എന്ന് പറയുന്നത്. അവിടെ പറയാണ്, തിരുവെഴുത്തിൽ അവൻ വായിച്ച ഭാഗമാവിത്. അറുക്കുവാനുള്ള ആടിനെ പോലെ അവനെ കൊണ്ടുപോയി. രോമം കത്തിരിക്കുന്നവൻ്റെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ വായി തുറക്കാതിരുന്നു. അവൻ്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി. അവൻ്റെ തലമുറയെ ആർ വിവരിക്കും? ഭൂമിയിൽ നിന്ന് അവൻ്റെ ജീവനെ എടുത്തു കളയുന്നുവല്ലോ. ഷണ്ണൻ ഫിലിപ്പോസിനോട്, ഇത് പ്രവാചകൻ ആരെക്കുറിച്ച് പറയുന്നു? തന്നെക്കുറിച്ചോ മറ്റൊരുത്തനെക്കുറിച്ചോ എന്ന് പറഞ്ഞു തരണം എന്ന് അപേക്ഷിച്ചു. ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. യഹൂദനായിരിക്കുന്ന ഫിലിപ്പോസിനോ അല്ലെങ്കിൽ പന്തിരുവർക്കോ അല്ലെങ്കിൽ അവിടെ നിന്നും രക്ഷിക്കപ്പെട്ടിരിക്കുന്ന ദൈവജനത്തിനോ ദൈവം തുറക്കാൻ പോകുന്ന കൃപായുഗത്തെക്കുറിച്ചോ ക്രൂശിലൂടെ നിവൃത്തിയായിരിക്കുന്ന രക്ഷാ പദ്ധതിയെക്കുറിച്ചോ ക്രിസ്തീയ വിശ്വാസത്തെക്കുറിച്ചോ ഇവിടെ അവർക്ക് വെളിപ്പെട്ടിട്ടില്ല എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഫിലിപ്പോസും ഈ ഷണ്ണനും തമ്മിലുള്ള സംസാരം. ഹല്ലേലൂയ. ഇവിടെ ക്രിസ്തീയ മാർഗം ആരംഭിച്ചിട്ടില്ല. ക്രൂശിൻ്റെ മഹത്വം എന്താണെന്ന് വെളിപ്പെട്ടിട്ടില്ല. ക്രൂശിൽ കൂടെ തുറന്നിരിക്കുന്ന രക്ഷാപദ്ധതിയോ കൃപയാൽ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന ക്രിസ്തീയ മാർഗമോ ഇവിടെ ആരംഭിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇവിടുത്തെ സംസാരം അല്ലെങ്കിൽ ഇവിടുത്തെ ഈ ഒരു ഭാഗത്തിൽ ഇവിടെ പറയുന്ന കാര്യങ്ങൾ. ഇവിടെ ഫിലിപ്പോസ് പ്രസംഗിക്കുന്നത് പെന്തക്കോസ്ത് മാർഗമാണ്. പെന്തക്കോസ്ത് മാർഗം എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, പെന്തക്കോസ്ത് നാളിൽ ദൈവം അവരുടെ മേൽ പകർന്ന ശക്തിയും അതിലൂടെ ആരംഭിച്ചിരിക്കുന്ന ദൈവപ്രവൃത്തിയുമാണ്. അവിടെ അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും ബ്ലെസ്സിങ്സും ഹീലിങ്സും ഭയങ്കര ദൈവിക മിറക്കിൾസ് അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്യുന്ന ഒരു മാർഗമാണ്. ഇത് ഇന്ന് ഫിലിപ്പോസിന് പകരം ഇന്നത്തെ ഒരു ആത്മീക നേതാവ് അല്ലെങ്കിൽ ഒരു ഉപദേശിയെ ദൈവം അതിന് പകരം ഷണ്ണൻ്റെ അടുത്തേക്ക് അയച്ചു കഴിഞ്ഞാൽ അദ്ദേഹവും ഫിലിപ്പോസ് പ്രസംഗിച്ച ഈ കാര്യം തന്നെ പ്രസംഗിക്കും. മനസ്സിലാകുന്നുണ്ടോ? ഇന്നത്തെ ഒരു ഉപദേശിയെ ദൈവം ഈ ഷണ്ണൻ്റെ അടുക്കലേക്ക് അയക്കുകയായിരുന്നു ഫിലിപ്പോസിന് പകരം എങ്കിൽ അദ്ദേഹം ഫിലിപ്പോസ് എന്ത് പ്രസംഗിച്ചോ അതേ കാര്യം തന്നെ അദ്ദേഹവും പ്രസംഗിക്കും. കഴിയുമെന്നുണ്ടെങ്കിൽ പോകുന്ന വഴിക്ക് വെള്ളം കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തെ സ്നാനപ്പെടുത്തുകയും ചെയ്യും. അന്യഭാഷയ്ക്ക് വേണ്ടി കാത്തിരിക്കണം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടാവും എന്നൊക്കെ ഉപദേശിച്ച ആളെ പറഞ്ഞയക്കും. ഇത് തന്നെയാണ് നടക്കാൻ പോകുന്നത്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിലിപ്പോസ് പ്രസംഗിച്ച ആ മാർഗമാണ് ക്രിസ്തീയ മാർഗമെന്ന് ക്രിസ്ത്യാനികൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഇവിടെയാണ് നമ്മുടെ വിഷയം. ഇന്നത്തെ ക്രിസ്തീയ മാർഗമെന്ന് പറയുന്നത് മാനസാന്തരവും ജലസ്നാനവും കാത്തിരുന്ന് അഭിഷേകം പ്രാപിക്കുകയും അന്യഭാഷയും പ്രവചനവും അല്ലെന്നുണ്ടെങ്കിൽ ദൈവിക അനുഗ്രഹങ്ങളും ബ്ലെസ്സിങ്സും ഹീലിങ്സും ഇതെല്ലാം യഹൂദനോട് പറഞ്ഞിരുന്ന കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളെ മനസ്സിലാക്കാതെ അല്ലെന്നുണ്ടെങ്കിൽ അവിടെ പറയുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യമുണ്ട്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവന് നൽകുവാൻ തക്കൊണ്ട് ദൈവം ലോകത്തെ സ്നേഹിച്ചു, അവൻ ലോകത്തിൽ വന്നു, അവനിൽ ഏവർക്കും നിത്യജീവനുണ്ട്, വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. ഈ ഉപദേശങ്ങളെല്ലാമാണ് ഇന്നത്തെ ആത്മീക സമൂഹം എന്ന് പറയുന്ന ഒരു ക്രിസ്തീയ മാർഗമായിട്ട് വിശ്വസിച്ചിരിക്കുന്നത്. എന്നാൽ ഇത് യഹൂദിയ ഉപദേശമാണ് എന്ന് ക്രിസ്ത്യാനി മനസ്സിലാക്കുമോ അന്ന് വരെ ദൈവപ്രവൃത്തി അല്ലെന്നുണ്ടെങ്കിൽ ഈ സത്യം അവരുടെ കണ്ണിന് മറവായിരിക്കും. ഇവിടെ പറയുന്ന സുവിശേഷം ശരിയാണ്, പക്ഷെ എന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ തെറ്റിപ്പോയിരിക്കുന്നു. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണ്, ഈ പറയുന്നതിൽ ഒന്നും തെറ്റില്ല, പക്ഷെ എന്നുണ്ടെങ്കിൽ എവിടെ അപ്ലൈ ചെയ്യണം എന്നുള്ള ഭാഗം തെറ്റിയിരിക്കുന്നു. ഇന്ന് നമുക്ക്
യോഗ്യതയില്ലായിരുന്ന ഒരു വിളിയിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചാക്കിയിരിക്കുന്നത്. ഇവിടുത്തെ രക്ഷാമാർഗം ഇതിനു മുമ്പ് കൊടുത്തിരുന്ന യഹൂദന്മാർക്ക് കൊടുത്തിരുന്ന രക്ഷാപദ്ധതി അല്ല. ഇത് സകല മനുഷ്യർക്കും രക്ഷാകരമായ കൃപയാൽ വിശ്വാസം മൂലം. എന്തിലെ വിശ്വാസം? കർത്താവ് നമുക്ക് വേണ്ടി കാൽവറിയിൽ തകർക്കപ്പെട്ടു, അതിലൂടെ ഒഴുകിയ രക്തത്തിൽ നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നു. സകല മാനവരാശിയുടെ രക്ഷ, അതിൻ്റെ മറുവിലയാഗമായി കർത്താവ് ഒരിക്കലായി ആ രക്ഷാ പദ്ധതി നിവർത്തിച്ചിരിക്കുന്നു. ഈ വിശ്വാസത്താൽ ഈ പ്രസംഗം കേൾക്കുമ്പോൾ തന്നെ രക്ഷിക്കപ്പെടുന്ന ഒരു സുവർണ കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. ഇതാണ് ക്രിസ്തീയ മാർഗമെന്ന് പറയുന്നത്. എന്നാൽ ഇതും വിട്ടുകളഞ്ഞിട്ട് ഇതിനു മുമ്പ് യഹൂദനോട് പറഞ്ഞിരുന്ന പരിച്ഛേദന എടുക്കുന്നില്ലെങ്കിലും അതുപോലുള്ള നിയമങ്ങളും പ്രമാണങ്ങളും കൽപ്പനകളും കാര്യങ്ങളും ഒക്കെയായിട്ട് നമ്മൾ അതിലകപ്പെട്ടിരിക്കുക. ഇതിനെയാണ് തന്ത്രമെന്ന് പറയുന്നത്. ഒരു തന്ത്രമെന്ന് പറയുന്നത് നമുക്ക് സത്യമാണോ എന്ന് നമുക്ക് സംശയം വരുന്ന രീതിയിൽ ഉള്ള കാര്യങ്ങളാണ്. അതുപോലെ ഡ്യൂപ്ലിക്കേറ്റ്, ഒറിജിനൽ പോലിരിക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് ഇന്ന് നമുക്ക് യാതൊരു വിധത്തിലും ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഓഫ് കോഴ്സ് ഇതെല്ലാം കർത്താവ് പറഞ്ഞിരിക്കുന്നതും ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു. പക്ഷേ അത് ആർക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്നു എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഇന്ന് നമ്മളൊരു യാഗം കഴിക്കാൻ നമുക്ക് പറ്റത്തില്ല. കാര്യം കർത്താവ് നമുക്ക് വേണ്ടി യാഗമായിരിക്കുക. ഇന്ന് നമ്മൾ പരിച്ഛേദന ചെയ്യേണ്ട ആവശ്യമില്ല. കാര്യം അത് യഹൂദനോട് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ അല്ലാത്ത ഉപദേശം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ദൈവ പദ്ധതി നമ്മൾ മനസ്സിലാക്കാതെ, ദൈവം കാൽവറിയിൽ കൂടെ തുറന്ന രക്ഷാ പദ്ധതിയുടെ മഹത്വം മനസ്സിലാക്കാതെ വേറെ പലതും ആ മഹത്വം കവരുന്ന രീതിയിൽ നാം ആയിപ്പോയിരിക്കുക. ഇവിടെയാണ് ക്രിസ്തീയ പദ്ധതി അല്ലെങ്കിൽ ക്രിസ്ത്യാനിക്കോ പറ്റിയിരിക്കുന്ന വലിയ അബദ്ധം എന്ന് പറയുന്നത്. ഇതിനെയാണ് എടുത്ത് കാണിക്കുവാനായിട്ടും ഈ ഒരു തന്ത്രമാണ് നാം ഈ കാലഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടുന്നത്. ഇതൊന്നും തെറ്റായിട്ടുള്ള കാര്യങ്ങളല്ല. ഫോർ എക്സാമ്പിൾ കോവിഡ് ടെസ്റ്റ്. കോവിഡിൻ്റെ കാലഘട്ടത്തിൽ ആ കോവിഡ് ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ നമുക്കൊരു മാളിലോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഓഫീസിലോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു എയർപോർട്ടിലോ ഒന്നും പോകാൻ കഴിയത്തില്ല. ഞാൻ പല ആവർത്തി പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾ. അതിൻ്റെ അർത്ഥം കോവിഡ് ടെസ്റ്റ് വാലിഡ് അല്ല എന്നല്ല, അതിൻ്റെ ആവശ്യം ഇന്നില്ല. അതാണ് വിഷയം. ഇന്ന് നമ്മൾ കോവിഡ് ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് കൊണ്ട് വന്ന ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതായത് നമ്മളിങ്ങനെ നോക്കും, തലയ്ക്ക് നല്ല സുഖമില്ല എന്ന് ചോദിക്കും. വിഷയം അതാണ് ഇവിടുത്തെ. ആരോട് പറഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കാതെ ആ ഉപദേശങ്ങളെല്ലാം എടുത്ത് ഇതെല്ലാം കർത്താവ് പറഞ്ഞിരിക്കുന്നു പറഞ്ഞുകൊണ്ട് എവിടെയും ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇതാണ് റൈറ്റ്ലി ഡിവൈഡ് ദ വേർഡ് ഓഫ് ട്രൂത്ത്. ആകാശവും ഭൂമിയും പോലെ രണ്ട് പദ്ധതികളായത്. സ്വർഗവും ഭൂമിയും രണ്ട് പദ്ധതികളാണ്. ഫിലിപ്പോസ് ഇവിടെ ഷണ്ണനോട് പറയുന്നത് അവരുടെ വാഗ്ദത്ത പദ്ധതിയായിരിക്കുന്ന ഭൂമിയെ വീണ്ടെടുത്ത് അതിൽ നിത്യം വാഴുന്ന സ്വർഗീയ പദ്ധതിയാണ്. അതാണ് ഷണ്ണൻ പറഞ്ഞപ്പോൾ കാര്യം മനസ്സിലായി. അതുകൊണ്ടാണ് അദ്ദേഹം സ്നാനമേൽക്കുകയും ആ ഒരു പദ്ധതി പ്രകാരം ഫിലിപ്പോസിനെ ദൈവം അതിനു വേണ്ടിയിട്ട് അയക്കുകയും ചെയ്യുന്നത്. എന്നാൽ ഇതല്ല ക്രിസ്തീയ പദ്ധതി എന്ന അടുത്ത ആഴ്ചയിൽ ഈ ക്രൂശീകരണത്തിൻ്റെ പർപ്പസ് എന്തായിരുന്നു എന്ന് അല്പം കൂടെ ഞാനൊന്ന് തെളിച്ച് പറഞ്ഞു കഴിയുമ്പോൾ, അല്പം കൂടെ അത് ഓപ്പൺ ആക്കി കഴിയുമ്പോൾ, ഈ വിഷയത്തെ കുറേ കൂടെ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകുവാനായിട്ട് ഇടയായിത്തീരും. ഇവിടെ ദൈവം ഈ ഷണ്ണൻ്റെ അടുത്തേക്ക് ഫിലിപ്പോസിനെ അയച്ചതുപോലെ, അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ഉപദേശിയെ അയച്ചു കഴിഞ്ഞാൽ അദ്ദേഹം എങ്ങനെ സംസാരിക്കുമെന്ന് ഞാൻ പറഞ്ഞതുപോലെ, അതിന് പകരം ദൈവം എന്നെ അയക്കുകയായിരുന്നു ഈ ഷണ്ണൻ്റെ അടുത്തേക്ക്. ഇദ്ദേഹം ഇന്നാണ് ട്രാവൽ ചെയ്തു വരുന്നത്. ഇദ്ദേഹത്തിന് എന്നെ ഇന്ന് ഇദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് അയക്കുകയായിരുന്നുവെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് എന്താ പ്രസംഗിക്കാൻ പോകുന്നതെന്നറിയാമോ? കർത്താവിൻ്റെ ക്രൂശ. ആ ക്രൂശിലൂടെ തുറന്നിരിക്കുന്ന രക്ഷാമാർഗമാണ്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം അവിടെ പറയുകയാണ്, അവനിൽ നമുക്ക് അവൻ്റെ രക്തത്താൽ പാപങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. ഇവിടെ വേറെ ഒന്നിലും അല്ല പാപത്തിൻ്റെ മോചനം നടക്കുന്നത്. അവനിൽ അവൻ്റെ രക്തത്താൽ, കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ നിവർത്തിച്ച രക്ഷണ്യ പ്രവൃത്തിയിലെ വിശ്വാസത്താൽ, അവനിൽ അവൻ്റെ രക്തത്താൽ പാപങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. അതാ ഇന്നത്തെ നിയമം. ഈ കൃപാ കാലഘട്ടത്തിലെ രക്ഷാ പദ്ധതി അതാണ്. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. റോമാലേഖനം 3-ാം അധ്യായം 25-ാം വാക്യം. ഇവിടെ ഫിലിപ്പോസിനോട് ഷണ്ണൻ ചോദിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ചാണ്. അറുപ്പാൻ കൊണ്ടുപോകുന്ന ആടിനെ പോലെ അവൻ മിണ്ടാതിരുന്നു. എത്ര മനോഹരമായ ഒരു റെഫറൻസാണ് ഷണ്ണൻ ഫിലിപ്പോസിന് കൊടുക്കുന്നതെന്നറിയാം. അതിനെക്കുറിച്ച് ഫിലിപ്പോസിന് ഈ ഒരു കാഴ്ചപ്പാടും ക്രൂശിലൂടെ തുറന്നിരിക്കുന്ന രക്ഷാ പദ്ധതിയും അറിയാമായിരുന്നുവെങ്കിൽ അദ്ദേഹം വേറെ ഒരു കാര്യങ്ങളും പ്രസംഗിക്കുന്നില്ല. ആ ക്രൂശിലെ രക്ഷണ്യ പദ്ധതി എന്തായിരുന്നു എന്ന് പറയും. കൃപയാൽ വിശ്വാസം മൂലം രക്ഷിക്കപ്പെടുന്ന മാർഗം എന്താണെന്ന് പറയും.
സന്തോഷിച്ച് ഉല്ലസിച്ച് തുള്ളിച്ചാടി ഞാനായിരുന്നു ആ ഷണ്ണൻ്റെ അടുക്കൽ പോയിരുന്നുവെങ്കിൽ അദ്ദേഹം ആത്മാവിൽ അന്ന് വീണ്ടും ജനിച്ചേനെ. ആ തേരിലിരുന്ന് ദൈവപ്രവൃത്തി കാണുകയും ആത്മാവിൽ തൻ്റെ ഉള്ളിൽ ഒരു വീണ്ടും ജനനം സംഭവിക്കുകയും ചെയ്യും. അപ്പോൾ തന്നെ പരിശുദ്ധ ആത്മാവിനാൽ തന്നെ മുദ്രയിടും. ആ ക്രൂശിൽ നടന്ന രക്ഷണീയ പ്രവൃത്തി കേട്ട് അദ്ദേഹത്തിൻ്റെ ഹൃദയം നിറയും. അദ്ദേഹത്തിൻ്റെ കണ്ണുനീര് കൊണ്ട് ദൈവത്തിന് നന്ദി പറയും. ഹൃദയം വിശുദ്ധീകരിക്കപ്പെടുകയും നിർമ്മലമാകപ്പെടുകയും സകല പാപങ്ങളിൽ നിന്നുള്ള ഒരു മോചനം തനിക്ക് ലഭിക്കുകയും പരിശുദ്ധാത്മാവിനാൽ താൻ മുദ്രയിടപ്പെടുകയും ചെയ്യും. അനുദിനം വിശുദ്ധിയിലും വേർപാടിലും നിഷ്കളങ്കതയോടും ജീവിക്കണമെന്നുള്ളൊരു പരിശുദ്ധാത്മാവിൻ്റെ ആഗ്രഹവും പ്രേരണയും തൻ്റെ ഉള്ളിലുണ്ടാകും. താൻ വിശുദ്ധിയോടും വേർപാടോടും ജീവിക്കും. കർത്താവിൻ്റെ വരവിൽ റാപ്ചറിൽ താൻ ചേർക്കപ്പെടും. നിത്യം താൻ ദൈവത്തോടൊപ്പം സ്വർഗസ്ഥലങ്ങളിൽ ദൈവത്തോടൊപ്പമായിരിക്കും. ഇതാണ് നമ്മുടെ പ്രത്യാശ, അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ വിളി ഇതാണ്. എന്നാൽ ഷണ്ണനെ അയച്ചത് ഈ കാലഘട്ടത്തിലല്ല, യഹൂദീയ വിളി പ്രകാരം. ഇത് പറയുമ്പോൾ പലരും പറയാറുണ്ട് യഹൂദനും യവനനും അല്ലെങ്കിൽ ജാതികളും തമ്മിൽ ഇന്നൊരു വ്യത്യാസമില്ല. ശരിയാണ്, ഇന്ന് വ്യത്യാസമില്ല. ഇന്ന് ലോകത്തിലെ സകല മനുഷ്യർക്കും രക്ഷിക്കപ്പെടാവുന്ന കാലം. അതിൽ യഹൂദനുമുണ്ട്. പൗലോസ് യഹൂദന. ഇന്ന് രക്ഷയ്ക്ക് വേറെ ഒരു മാർഗങ്ങളുമില്ല എന്ന് പറഞ്ഞിട്ട് പണ്ട് ആ കാലത്ത് നമുക്ക് രക്ഷാമാർഗം ഇല്ലായിരുന്നു. നാം രക്ഷിക്കപ്പെടണമെന്നെങ്കിൽ നാം യഹൂദ മതാനുസാരിയായി മാറണം. നാം യഹൂദിയ വിശ്വാസത്തിലേക്ക് ചെല്ലണം. എന്നാൽ ഇന്നത്തെ കാലം അതല്ല. ഇന്ന് സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപയാണ്. അത് കർത്താവിൻ്റെ ക്രൂശിലെ വിശ്വാസത്താലാണ്. ഈ സുവിശേഷമല്ല ഫിലിപ്പോസ് ഷണ്ണനോട് അവിടെ സംസാരിക്കുന്നത്. കൃപയാൽ വിശ്വാസം മൂലം രക്ഷിക്കപ്പെടുന്നതോ ക്രൂശിലൂടെ കർത്താവ് തുറന്നിരിക്കുന്ന പുതുവഴിയോ, ഈ ഒരു സുവിശേഷമല്ല ഫിലിപ്പോസ് ഇവിടെ ഷണ്ണനോട് സംസാരിക്കുന്നതും ഷണ്ണനെ സ്നാനത്തിലേക്ക് നയിക്കുന്നതുമായിട്ടുള്ള ഒരു സുവിശേഷം. നമ്മൾ പലപ്പോഴും കാര്യങ്ങൾ അറിയാതെയാണ് ഉദാഹരണങ്ങൾ എടുത്ത് ഇവിടെ സമർത്ഥിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ നമുക്കുള്ള രക്ഷാമാർഗം കർത്താവിൻ്റെ ക്രൂശ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 15-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ പൗലോസ് അപ്പോസ്തലൻ വളരെ സ്നേഹത്തോട് കൊരിന്ത്യരോട് അത് വിവരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെ പറയുന്നത്, എന്നാൽ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിൽക്കുന്നതും നിങ്ങൾ രക്ഷിക്കപ്പെട്ടതുമായ സുവിശേഷം അത് നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്ന വിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു എന്ന് നിങ്ങളെ പിന്നെയും ഓർപ്പിക്കുന്നു. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു. തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഇതിലെ ആഴമായ സമർപ്പണവും വിശ്വാസവുമാണ് ഈ കാലഘട്ടത്തിലെ രക്ഷാമാർഗം. ഇതാണ് ക്രിസ്ത്യാനിറ്റിയുടെ വിശ്വാസമാർഗം എന്ന് പറയുന്നത്. യഹൂദന് കൊടുത്തിരുന്ന നിയമാവലികളോ പരിച്ഛേദനയോ 10 കൽപ്പനകളോ പൗരോഹിത്യമോ പ്രമാണങ്ങളോ ഒന്നുമല്ല ക്രിസ്ത്യാനിറ്റിയുടെ ഫൗണ്ടേഷണൽ ഡോക്ട്രിൻ എന്ന് പറയുന്നത്. നമ്മുടെ ഡോക്ട്രിൻ എന്ന് പറയുന്നത് കർത്താവ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകൾ പ്രകാരം മരിച്ചു എന്നുള്ളത്. ഹല്ലേലൂയ. ഇവിടെ ഷണ്ണന് ഈ വിഷയം അറിയാമായിരുന്നുവെങ്കിൽ അദ്ദേഹം അതിൽ വിശ്വസിച്ചേനെയും. അദ്ദേഹം വെള്ളം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് സ്നാനപ്പെടണമെന്ന് പറയത്തില്ല. ഇവിടെ പറയുന്ന വിഷയം വേറെയാണ്, വിളി വേറെയാണ്, തിരഞ്ഞെടുപ്പ് വേറെയാണ്. ഫിലിപ്പോസിന് ഇത് അറിയാമായിരുന്നുവെങ്കിൽ ഫിലിപ്പോസ് അവിടെ വളരെ വ്യക്തമായിട്ട് ക്രൂശ് അവിടെ പ്രസംഗിച്ചതിനെയും. ചോദ്യം തന്നെ ക്രൂശിനെ കുറിച്ചുള്ള വിഷയമായിരുന്നു. എന്നിട്ട് തന്നെ അദ്ദേഹത്തെ സ്നാനത്തിലേക്ക് നയിക്കുന്ന വിഷയത്തിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവിടെ അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിനാൽ അവർ അഭിഷേകം ചെയ്യപ്പെട്ടുവെങ്കിലും അടുത്തു വരുന്ന അധ്യായങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്നത് ഇവരാരും ക്രൂശിൻ്റെ മഹത്വം മനസ്സിലാക്കിയിരുന്നില്ല. അവരൊക്കെ ക്രൂശ് പ്രസംഗിച്ചിരുന്നു. അടുത്ത അധ്യായങ്ങളിൽ, നിങ്ങൾ നമ്മുടെ കർത്താവിനെ ക്രൂശിൽ തറച്ച് കൊന്നുകളഞ്ഞു. യു ഗൈസ് ഹാവ് കിൽഡ് അവർ മെസ്സിഹ. ക്രൂശ് ഒരു നീചവും നിന്ദ്യവുമായിട്ടുള്ളൊരു വിഷയമായിട്ട് അവരെല്ലാം പ്രസംഗിച്ചിരിക്കുന്നത്. ഇവിടെ ക്രൂശിലൂടെ ഒരു പുതുവഴി തുറന്നിരിക്കുന്നു. അതിലൂടെ എല്ലാവർക്കും രക്ഷ എന്നൊരു സുവിശേഷം അവരാരും പ്രസംഗിച്ചിട്ടില്ല. ബിക്കോസ് ദാറ്റ് വാസ് ഹിഡ് ഇൻ ഗോഡ്. അത് പ്രസംഗിക്കുവാനായിട്ടാണ് ദൈവം പോളിനെ കൽപ്പിച്ചാക്കുന്നത്. അപ്പോസ്തലനായ പൗലോസിൽ കൂടിയാണ് ക്രൂശിൻ്റെ മഹത്വം എന്താണ്, ആക്ച്വലി ക്രൂശിൽ നിറവേറിയത് എന്താണെന്ന് വിശദമാക്കുന്നത്. ഈ മാർഗമാണ് ക്രിസ്തീയ മാർഗം. ഞാനിത് പറഞ്ഞു തീർന്നില്ല. എനിക്ക് ഈ വിഷയത്തിലേക്ക് വരുവാൻ കഴിയുന്നതേ ഉള്ളൂ. അടുത്ത ആഴ്ചയിലെ വിഷയത്തോടു കൂടി ഈ ഷണ്ണനോട് എന്താണ് ഫിലിപ്പോസ് പ്രസംഗിച്ചത് എന്ന് കൂടുതൽ നിങ്ങളെ ഒന്ന് വിശദീകരിച്ച് തരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം അതിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ. ഈ ഒരു വാസ്തവം മനസ്സിലാകുവാനും കൃപയാൽ വിശ്വാസം മൂലം രക്ഷിക്കപ്പെടുവാനും അവനിൽ ആശ്രയിച്ചിട്ട് അവൻ്റെ രക്തത്താൽ നമ്മുടെ പാപങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട് എന്നുള്ള ക്രിസ്തീയ വിശ്വാസത്തിൽ അടിയുറച്ച് വിശ്വസിക്കുവാനും അനേകരെ ക്രൂശിലൂടെ കർത്താവിലേക്ക് നയിക്കുവാനും നിങ്ങളെ ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ ആഹ്വാനം ചെയ്യുകയും പ്രബോധിപ്പിക്കുകയുമാണ്. ദൈവം അതിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ. ഈ ദൈവവചനത്തിൻ്റെ അല്ലെങ്കിൽ ഈ വായിച്ച് കേട്ട ഭാഗത്തിലെ
നമ്മളോടുള്ള ആത്മീക ദൂത് എന്താണ് എന്ന് മനസ്സിലാക്കുവാനും അത് വീണ്ടും വീണ്ടും വായിച്ച് ആ ഒരു വ്യത്യാസം, ഒരു നേരിയ വ്യത്യാസമാണ്. ഇവിടെയാണ് തന്ത്രമെന്ന് പറയുന്നത്. സാത്താൻ്റെ തന്ത്രത്തെ നാം അറിവില്ലാത്തവരായിരിക്കല്ല. ഈ വ്യത്യാസത്തെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിന് പ്രകാരം കർത്താവിനെ ആരാധിക്കുവാനും ദൈവഹിതപ്രകാരം നടക്കുവാനും ദൈവം എല്ലാവരെയും പ്രത്യേകം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവിൻ്റെ കൃപ നമ്മുടെ കൂടെ ഇരിക്കുമാറാകട്ടെ. ദീപമായണയും വേദനയിൽ സാന്ത്വനം അരുളും യേശു, നീ നല്ല ഇടയൻ. രാവിലും പകലിലും കാവലായി കരുതുവാൻ കൂടെ നീ ഉള്ളതാൽ വാഴ്ത്തിടും. രാവിലും പകലിലും കാവലായി കരുതുവാൻ കൂടെ നീ ഉള്ളതാൽ വാഴ്ത്തിടും. കൂരിരുളിൽ ദീപമായണയും വേദനയിൽ സാന്ത്വനം അരുളും യേശു, നീ നല്ല ഇടയൻ. രാവിലും പകലിലും കാവലായി കരുതുവാൻ കൂടെ നീ ഉള്ളതാൽ വാഴ്ത്തിടും. രാവിലും പകലിലും കാവലായി കരുതുവാൻ കൂടെ നീ ഉള്ളതാൽ വാഴ്ത്തിടും. പാവനനാം അജപാലകൻ, പാപികളാം മാനവർക്കായി. പാവനനാം അജപാലകൻ, പാപികളാം മാനവർക്കായി. പാണികളിൽ മുറിവേറ്റു താൻ യേശു, നീ നല്ല ഇടയൻ. രാവിലും പകലിലും കാവലായി കരുതു
ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവേ, പരിശുദ്ധ ദൈവമേ, അവിടുത്തെ മഹാദയയ്ക്കും കൃപയ്ക്കുമായിട്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. എന്തോ ഒരു സന്തോഷം കർത്താവെ, നിൻ്റെ സന്നദ്ധിയിൽ ചേർന്നിരിക്കുന്നത് എത്ര ആനന്ദപ്രദമെന്ന് ഞങ്ങൾ ഓർക്കുന്നു. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര അശുഭവും എത്ര മനോഹരവുമാവുന്നു എന്നുള്ളായിരിക്കുന്ന തിരുവെഴുത്ത് പോലെ കർത്താവെ, നിൻ്റെ നാമത്തിൽ ഒരുമിച്ച് ചേർന്ന് ഞങ്ങളുടെ രക്ഷിതാവായിരിക്കുന്നവനെ ആരാധിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് തരുന്നതായിരിക്കുന്ന ഇങ്ങനെയുള്ളായിരിക്കുന്ന അവസരങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവിനെ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ, ഇന്ന് ഞങ്ങൾ പഠിച്ചതായിരിക്കുന്ന ദൈവത്തിൻ്റെ ആ നല്ല വചനങ്ങൾക്കായിട്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. നിൻ്റെ മാറ്റമില്ലാത്ത വചനങ്ങളിൽ നിന്ന് ഞങ്ങളെ ഗ്രഹിപ്പിച്ചില്ല കർത്താവെ, നിൻ്റെ വചനത്തിൽ പരിജ്ഞാനം നേടുന്നത് കൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ സകല ഗുരുക്കന്മാരെക്കാളും ബുദ്ധിമാന്മാരാകുന്നു എന്നുള്ളായിരിക്കുന്ന ആ സങ്കീർത്തന വചനങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു. നിൻ്റെ വചനത്തിൽ ഞങ്ങൾ പ്രാവീണ്യം നേടുന്നതോടുകൂടെ നേടുന്നത് കാരണം ഞങ്ങൾക്ക് ആരുടെ മുമ്പിലും കുനിക്കാൻ ആവശ്യമില്ലാതെ വണ്ണം നിൻ്റെ പരിജ്ഞാനം ഞങ്ങളെ കർത്താവെ ഉന്നതത്തിലേക്ക് വലിയ നല്ല ചിന്തകളിലേക്ക് നടത്തുന്നു എന്നോർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവെ, നിൻ്റെ മക്കളെ സഹായിക്കണം. ഇന്ന് കൂടി വന്നതായിരിക്കുന്ന നിൻ്റെ ജനത്തോട് കരുണ കാണിക്കണമെന്ന് ഞങ്ങൾ അവിടത്തോട് പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല കർത്താവെ, നിൻ്റെ ദാസന്മാരോടും ദാസിമാരോടും ഈ ഒരു ആഴ്ചയിൽ മുഴുവനും സ്വർഗത്തിലെ ദൈവം കൃപ കാണിക്കണം. ഏത് കാര്യങ്ങളിലും ഞങ്ങൾ ഇടപെടുന്നതായിരിക്കുന്ന എല്ലാ വിഷയങ്ങളിലും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ നടത്തിപ്പുണ്ടാകണം. കർത്താവെ, പാപത്തിൻ്റെ ലോകത്ത് ഞങ്ങൾ പാപം കൂടാതെ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണം. പരിജ്ഞാനവും വിവേകവും ഉള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന കൃപ സ്വർഗത്തിൽ നിന്ന് പകരണം എന്ന് ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തിരുസാന്നിധ്യം കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ ഇനിയും ഒരുമിച്ച് ചേർന്ന് നിൻ്റെ സന്നദ്ധിയിൽ കൂടി വരുന്നവരെയും ഞങ്ങൾ ഓരോരുത്തരുമായിരിക്കുന്നിടത്ത് ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങൾ അപേക്ഷിക്കുന്നു പിതാവേ, കൃപ തോന്നി സ്വീകരിക്കുമാറാകണമേ. ആമേൻ, ആമേൻ. അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാടിയാരെ യഹോവയേ, അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാടിയാരെ യഹോവയേ, മനസ്സലിവുടയ മഹോന്നത പരനേ, വന്ദനം നിനക്കാമേൻ. മനസ്സലിവുടയ മഹോന്നത പരനേ, വന്ദനം നിനക്കാമേൻ. വന്ദനം നിനക്കാമേൻ. വന്ദനം പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പുത്രൻ്റെ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ അടിങ്ങളോട് അടിങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും, വിശേഷാൽ ദ ഗേറ്റ് മിനിസ്ട്രീസിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുടെ മേലും, ലോകമെമ്പാടുമുള്ള സകല വിശുദ്ധന്മാരുടെ മേലും ഇപ്പോഴും എപ്പോഴും കർത്താവിൻ്റെ വരവരെയും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. കർത്താവിൻ്റെ കൃപ എല്ലാവരുടെയും കൂടെ ഇരിക്കുമാറാകട്ടെ. അടുത്ത ഒരാഴ്ച കാലം മുഴുവനും ദൈവത്തിൻ്റെ കൃപയിലും ദൈവത്തിൻ്റെ പരിപാലനത്തിലും ആയിരിക്കുവാൻ വിശേഷാൽ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ സൂക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മേ ദ ഗ്രേസ് ഓഫ് ഗോഡ് ബി വിത്ത് യു. കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. വാഴ്ത്തുന്നേ എൻ യേശുരാജനെ സർവകാലവും, കീർത്തിക്കുന്നു വൻ കൃപകളോർത്തു നന്ദിയായി. വാഴ്ത്തുന്നേ എൻ യേശുരാജനെ, വാഴ്ത്തുന്നേ എൻ യേശുരാജനെ സർവകാലവും, കീർത്തിക്കുന്നു വൻ കൃപകളോർത്തു നന്ദിയായി. വാഴ്ത്തുന്നേ എൻ യേശുരാജനെ. എൻ പാപം പേറി വൻ ക്രൂശിലേറി, എൻ പാപം പേറി വൻ ക്രൂശിലേറി, എൻ പാപം തീർത്തു നീ നിൻ ശാപമൃത്യുവാൻ, എൻ പാപം തീർത്തു നീ ശാപമൃത്യുവാൻ.
യേശുരാജനെ. സ്വർഗീയനോട് എന്നെ ഇണയ്ക്കയും സ്വർഗീയനോട് എന്നെ ഇണയ്ക്കയും നിൻ ജീവൻ മൂലമായി തൻ പുത്രനാക്കിയും നിൻ ജീവൻ മൂലമായി തൻ പുത്രനാക്കിയും നീ എൻ ജ്ഞാനം നീതിശുദ്ധിയും ദിവ്യ സമാധാനവും നീ എൻ ജ്ഞാനം നീതിശുദ്ധിയും ദിവ്യ സമാധാനവും വീണ്ടെടുപ്പുമായതോർത്തു നന്ദിയായി സ്തുതി പാടും നന്ദിയായി വീണ്ടെടുപ്പുമായതോർത്തു നന്ദിയായി സ്തുതി പാടും നന്ദിയായി വാഴ്ത്തുന്നേ എൻ യേശുരാജനെ സർവകാലവും കീർത്തിക്കുന്നു വൻ കൃപകളോർത്തു നന്ദിയായി വാഴ്ത്തുന്നേ എൻ യേശുരാജനെ. മരുവാസമാകവേ ആശ്വാസമേതുമേ മരുവാസമാകവേ ആശ്വാസമേതുമേ കാണാതൊഴന്നു ഞാൻ പാരം തളർന്നിതാ കാണാതൊഴന്നു ഞാൻ പാരം തളർന്നിതാ കൂട്ടുകാരും ഇല്ല ശ്വാസമായി എനിക്കില്ല ശ്വാസമായി കൂട്ടുകാരും ഇല്ല ശ്വാസമായി എനിക്കില്ല ശ്വാസമായി കർത്തനേശുവിൻ സഖിത്വമുള്ള ഞാൻ എന്തു പാരും ക്ഷീണിപ്പാൻ കർത്തനേശുവിൻ സഖിത്വമുള്ള ഞാൻ എന്തു പാരും ക്ഷീണിപ്പാൻ വാഴ്ത്തുന്നേ എൻ യേശുരാജനെ സർവകാലവും കീർത്തിക്കുന്നു വൻ കൃപകളോർത്തു നന്ദിയായി വാഴ്ത്തുന്നേ എൻ യേശുരാജനെ. ഓ ഹല്ലേലൂയ. നിൻ സന്നിധാനത്തിൽ സന്തോഷമെൻ ബലം നിൻ സന്നിധാനത്തിൽ സന്തോഷമെൻ ബലം നിൻ മുഖകാന്തിയാൽ എന്നും നിത്യാനന്ദം നിൻ മുഖകാന്തിയാൽ എന്നും നിത്യാനന്ദം. ആ എൻ പ്രിയൻ കൂടെ ചേർന്നു വാഴും ഞാൻ അങ്ങു ചേർന്നു വാഴും ഞാൻ ആ എൻ പ്രിയൻ കൂടെ ചേർന്നു വാഴും ഞാൻ അങ്ങു ചേർന്നു വാഴും ഞാൻ. ആ ദൈവമഹത്വനാളടുത്തിതാ ദൈവനാളടുത്തിതാ ആ ദൈവമഹത്വനാളടുത്തിതാ ദൈവനാളടുത്തിതാ വാഴ്ത്തുന്നേ എൻ യേശുരാജനെ സർവകാലവും കീർത്തിക്കുന്നു വൻ കൃപകളോർത്തു നന്ദിയായി വാഴ്ത്തുന്നേ എൻ യേശുരാജനെ വാഴ്ത്തുന്നേ എൻ യേശുരാജനെ സർവകാലവും കീർത്തിക്കുന്നു വൻ കൃപകളോർത്തു നന്ദിയായി വാഴ്ത്തുന്നേ എൻ യേശുരാജനെ. ഹല്ലേലൂയ ഹല്ലേലൂയ.